ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം ആഞ്ജനേയസ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം ഗദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആദ്യം തൊട്ടൊന്നും കൂടി ചൊല്ലാം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാവണ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഗുഹനുമായിട്ടുള്ള ആ സംവാദമൊക്കെ പാരായണം ചെയ്തിട്ട് ആ ഗുഹൻ തിരിച്ച് പോയി എന്നുള്ള ഭാഗം വരെയാണ് വായിച്ച് സമർപ്പിച്ചത്. ഇനി അടുത്ത ഭാഗം തൊട്ടിട്ട് ഇന്ന് പാരായണം തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പാരായണം ചെയ്തതിൽ കുറച്ചിങ്ങനെ പിന്നാക്കം നിൽക്കുന്നതൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് മുഴുവനാക്കാം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ജൂലൈ 30 കാര്യം ഞാൻ പറയാട്ടോ അമ്മേ, ഞാൻ അത് വിട്ടുപോയതാണ്. ജൂലൈ 30 ഗുരുവായൂർ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാരായണം മുടക്കാണ്ട് അത് ഇതിലുണ്ടാവുമൊന്നുമില്ല. അതായത് മറ്റേ റെക്കോർഡ് ചെയ്തിട്ട് ഇടുണ്ടാവില്ല പ്രേമപുഷ്പാഞ്ജലിയിലൊന്നും. എങ്കിലും ഇവിടുത്തെ പാരായണം മുടക്കാണ്ടിരിക്കാൻ ഞാൻ നമ്മുടെ ചന്ദ്രികാമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അന്ന് മഴയായാലും എന്തായാലും റിക്ഷ വിളിച്ചിട്ട് അത് അതിനുള്ള ഏർപ്പാട് ചെയ്യാം.
അത് അമ്മ ഇവിടെ വന്നാൽ നേരത്ത് കുറച്ച് നേരം പാരായണം ചെയ്തിട്ട് അമ്മ ഏത് ഭാഗമായാലും അമ്മയ്ക്ക് പകുത്ത് കിട്ടണ ഒരു ഭാഗം മുടക്കണ്ടാന്ന് വെച്ച് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പാരായണം ചെയ്ത് അമ്മ തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ ഗുരുവായൂർ പോവാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അമ്മ പാരായണം ചെയ്യുന്ന സമയത്ത് എന്നും രാവിലെയുള്ള ആ സമയം തന്നെ 8:30 വന്നാൽ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം പാരായണം ചെയ്ത് കുറച്ച് നാമം ജപിച്ചിട്ട് പൊക്കോളും. അങ്ങനെ അപ്പോൾ പിന്നെ ഗുരുവായൂർ വരണമെന്ന് പറഞ്ഞവർ അന്ന് നാമജപത്തിനാണ് ഇവിടുന്ന് പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നാരായണാലയത്തിലാണ് നാമജപം ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് പോകാനുള്ള വ്യവസ്ഥ എന്നുണ്ടെങ്കിൽ രാവിലെ 7:15 ട്രെയിനിൽ പോകാമെന്നാണ് തീരുമാനിച്ചത്. വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ ട്രെയിനിൽ വരാം. അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയാൽ ആ ട്രെയിനിൽ നമുക്ക് ഒരുമിച്ച് പോകാം. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ബസ്സിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ വരാം. വൈകുന്നേരം 6 മണി വരെ കഴിയണ വരെയൊന്നും ഇരിക്കില്ല. കുറച്ച് സമയം നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുക. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയാൽ സാധിക്കും. അതിനിടയിൽ ഇനിയിപ്പോൾ അവിടെ കുറച്ച് നേരം ജപിച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുക അങ്ങനെയുള്ള എങ്ങനെയായാലും അതൊക്കെ അവരവരുടെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വരണവർ വീണ്ടും ആ നാരായണാലയത്തിലേക്ക് തന്നെ എത്തിയാൽ മതി. അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് തിരിച്ച് പോരാമെന്നാണ് ഇപ്പോൾ ചെയ്തേക്കണ ഒരു വ്യവസ്ഥ. അപ്പോൾ എല്ലാവരും, കാരണം ഇത് കേൾക്കാത്തവരും ഉണ്ടാവും ഇതിൽ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അവിടേക്ക് നെല്ലായിലെത്തിയാൽ മതി വരണവർ. അങ്ങനെയാണ് ആ തീരുമാനിച്ചേക്കണേ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആരൊക്കെ പന്തല്ലൂരിൽ നിന്ന് പോകണവരുണ്ടെങ്കിൽ അവരിപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞാൽ ഒരു റിക്ഷ വിളിച്ചിട്ട് ആ ഒരു റിക്ഷയിൽ അങ്ങനെ അവിടെ എത്തിച്ചേപ്പെടാൻ പറ്റുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് വരിക. വൈകുന്നേരം വരെ നിൽക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്, കാരണം ആ ഒരു നാമജപം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പങ്കെടുക്കേണ്ടത് തന്നെയാണ്. എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജപിക്കണ പോലെയൊന്നുമല്ല ഇത്. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ജപിക്കുക എന്ന് പറയണത് അത് എന്താ പറയുക, ഒരു വഴിപാട് പോലെ. ഇവിടെ വഴിപാട് ചെയ്യണില്ല, അതിന് ഇതന്നെ അർത്ഥം. വഴിപാട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു പോവുക എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മളുടെ അത്. ആ സമയം വച്ചിട്ടും അങ്ങോട്ടും നീങ്ങാൻ പാടില്ല ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല. അപ്പോഴേക്കും മനസ്സ് വ്യത്യാസമായിട്ട് പോകണം. അവിടെ ചെന്ന നാമജപത്തിൽ നമുക്ക് കുറച്ച് അനുഭവമായതാണ് അന്ന് ഇവിടെ വെച്ച് നാമജപം ഉണ്ടായപ്പോൾ. അത് കുറച്ചും കൂടി അനുഭവമാവാൻ വേണ്ടിയിട്ട്, കാരണം നമുക്കത് ഈ ചെയ്യുന്ന പ്രവൃത്തി വെറുതെ ഒരു പ്രവൃത്തി ആവരുതല്ലോ, അതിനൊരു പ്രയോജനം നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഈശ്വരൻ തന്നൊരു അനുഗ്രഹം കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു വണ്ടി ഏൽപ്പിക്കാം എന്നുണ്ടെങ്കിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് ആൾക്കാർക്ക് അപ്പോൾ വരാൻ പറ്റിയെന്ന് വരും, ചിലപ്പോൾ ചിലർക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയും. ചിലപ്പോൾ അയ്യോ ഞാനും കൂടി ഉണ്ടെന്ന് വേറൊരാൾ പറയും. അപ്പോൾ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെ 7:15 നെല്ലായിലെത്താൻ പറ്റാത്തവരാരും ഉണ്ടാവില്ല. നെല്ലായിലെത്തിയാൽ അവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം വേണ്ടതുപോലെ നാമജപത്തിലും പങ്കുകൊട്ട് ഗുരുവായൂർ തൊഴണമെങ്കിൽ തൊഴുത്. ചൊവ്വാഴ്ച ദിവസമാണ്, വല്ലാണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അത് ഈശ്വരൻ എങ്ങനെയൊക്കെയാണോ നമ്മളെ നിയോഗിക്കണേ അതുപോലെ ആ വഴിക്കൂടെ നമുക്ക് പോവാം. ആദ്യം തന്നെ ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് എത്തിപ്പെടണം, അത് അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ ഗുരുവായൂരപ്പൻ തീരുമാനിച്ചോളും. ആ ആഗ്രഹത്തിന് എത്രയുണ്ട് തീവ്രതയുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് അനുഭവങ്ങൾ വന്നു ചേരും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ജാനകീ ജീവനസ്മരണം. മനസ്സ് പോയി, അതാണ് പിന്നെയും അതന്നെ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇത്തവണത്തെ സപ്താഹം നടത്തിയ തിരുമേനി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഇപ്പം എങ്ങനെയാണ് എല്ലാവരും സത്സംഗത്തിൽ വരാറുള്ളതും നാമം ജപിക്കാറുണ്ടോ, ഭാഗവതമൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞത് രണ്ടും ഉണ്ട്, മറ്റത് പിന്നെ കഷ്ടിയാണ്. ആരും എന്നോട്, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല അറിവുണ്ട് അതിനെ പറ്റിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് നിർബന്ധമായിട്ട് വരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവരാം. ഇത് എനിക്ക് അത്ര അറിവില്ല. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒത്തൊരുമിച്ചിരുന്ന് അതൊന്ന് വായിച്ചു നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇവിടേക്ക് തന്നെ വരണമെന്നില്ല. ഒരാൾക്ക് ഒഴിവുള്ളപ്പോൾ ഒരാൾക്ക് ഒഴിവുണ്ടായില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല. ഒരാൾക്ക് ഒഴിവുള്ളൂ എനിക്കൊന്ന് വായിക്കണം എന്നുണ്ട്, ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഉച്ചയ്ക്ക് ശേഷം എന്നായാലും വീട്ടിൽ അവിടെ ഇരുന്ന് അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.
കാരണം അതൊരു വിദ്യാഭ്യാസ പഠിപ്പായിട്ടൊന്നുമല്ല, എനിക്ക് അറിയണ പോലെ ഞാൻ വായിക്കുക, അങ്ങനെ കുറേശ്ശെ അറിഞ്ഞ് ആ ഭാഗവതം, ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭാഗവതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ സാധിച്ചാൽ ജന്മം സഫലമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ആ ഭഗവാന്റെ ആ ഒരു പ്രതിനിധിയായിട്ട് വന്ന് അദ്ദേഹം അത്രയും കാര്യത്തിൽ അന്വേഷിക്കുമ്പോൾ ആ ഭഗവാന് നമ്മളോടുള്ളൊരു ശ്രദ്ധ ആലോചിച്ച് നോക്കും. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ നെഞ്ഞോട് ചേർത്ത് പിടിക്കണില്ലേ. കാരണം കൃഷ്ണനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗവതം ഒന്ന് നെഞ്ഞോട് ചേർത്ത് പിടിച്ചാൽ മതി. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി എന്നാണ് പറയുന്നത്. പ്രത്യക്ഷമായ കൃഷ്ണൻ്റെ ഭാവമാണ്. ഭഗവാൻ തന്നെ പറഞ്ഞു, കലികാലത്തുള്ള ജനങ്ങളെ ആ കലിദോഷങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ട് അവർക്ക് ശാന്തിയും സമാധാനവും നൽകാൻ വേണ്ടിയിട്ടാണ് ഭാഗവത രൂപത്തിൽ ഞാനിതാ അവതരിക്കണു. ഞാൻ എവിടെയും പോണില്ല. ഭാഗവതമായിട്ട് ഓരോരുത്തർക്കും സുലഭമായിട്ട് ഓരോരുത്തരുടെയും കയ്യിലെത്തിപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും ഇച്ഛ ഉണ്ടാവണമെങ്കിൽ ഇച്ഛ ഉണ്ടാവട്ടെ. നമ്മൾ മറന്നാലും ഭഗവാൻ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നെ വേണ്ടേ, നിങ്ങൾക്ക് എന്നെ വേണ്ടേ, പാല് തരാൻ കണ്ണാ, വെണ്ണ തരാൻ കണ്ണാ എന്നൊക്കെ നമ്മൾ പാട്ട് പാടി പോകുമ്പോൾ മാത്രമല്ല, അല്ലാണ്ട് എന്നെ വേണ്ടേ എന്ന് ഭഗവാൻ നമ്മളോട് ചോദിക്കുകയാണ്. ഭഗവാനെ മറന്ന് പല ദിക്കിലേക്കും പോകുമ്പോൾ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ഉണ്ട് കേട്ടോ, എന്നെ മറക്കല്ലേ എന്ന് പറയണു ഭഗവാൻ നമ്മളോട്. അപ്പോൾ അത് വേണ്ടതുപോലെ ആർക്കെങ്കിലും ഒരു ജീവനെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ തോന്നിയാൽ ഭാഗ്യമായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിവിടെ പറഞ്ഞത്. നമുക്ക് മായാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് മായാൻ വേണ്ടിയിട്ട്, ആ മനസ്സിന് ആനന്ദം എന്നറിയാം. ഇരുട്ട് മാറിയാൽ അപ്പോൾ രാമൻ അവിടെ പ്രത്യക്ഷമായി. രാമൻ എന്ന് വെച്ചാൽ രമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉള്ളിൽ ആനന്ദം ഉണ്ടാവണമെങ്കിൽ ഉള്ളിലത്തെ അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങണം. അതിനത് ആ രാമായണത്തിലൂടെ നമുക്ക് ഓരോന്നും നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നീക്കി നമ്മുടെ അജ്ഞാനം നീക്കി പരിശുദ്ധമാവാനുള്ള ഏറ്റവും വലിയ കർക്കടക മാസത്തിൽ ചികിത്സയൊക്കെ ഉണ്ട് ശരീരത്തിന്. അതുപോലെ മനസ്സിൻ്റെ ചികിത്സയാണത്. എണ്ണ ഒഴിച്ചോളൂ അതിൽ. അതുപോലെ ആ മനസ്സിൻ്റെ ചികിത്സയാണ്. നിറച്ചൊഴിച്ചോളൂ. അതൊക്കെ എത്തിക്കോട്ടെ, വൈകുന്നേരം വരെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭാഗ്യമായില്ലേ എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച് കേൾക്കാം. ജാനകീ ജീവനസ്മരണം വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു താദ്വരം ഭുക്താസുഖേനാവസിച്ചിതു പാദപാമൂലേ ദലാഢ്യാതൽപസ്ഥലേ മാർത്താണ്ഡദേവാനുദിച്ചോരനന്തരം പാർത്ഥിവൻ അർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോദിനന്ദനാശ്രമാപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥാനന്ദനാനുണ്ടു തൻ ഭാമിനിയോടു മനൂജനോടും വന്നു പാർത്തിരിക്കുന്ന ദുടജാന്തികെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി എന്ന ആഭോഗ സന്തോഷമോടു ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥാപുത്രനുണ്ടാശ്രിതാവത്സലാപാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിധം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയം ഗത്വാ രഘുത്തമസന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം ദൃഷ്ട്യാ പരമാനന്ദബ്ധൗ മുഴുകിനാൻ. ദാശാരഥീയം ഭരദ്വാജ പാദങ്ങൾ ആശു വണങ്ങിനാൻ. ഭാര്യാനുജന്യുതം ആശ്രിവചനപൂർവം മുനി പുങ്കവനാശയാനന്ദാമി എന്നരുളി ചെയ്തു. പാദാരജസ്സാ പവിത്രമാക്കിയിടു നീ ദേവാത്മക മമ പർണശാലാമിമം.
ഇഥാ മുക്തോടജ ആമാനീയ സീതയാ സത്യരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോട് സംഗമാമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ ജ്ഞതമ്മയാ തവോദന്തം രഘൂപതേ ഭൂതാഗമാമികം വാ കരുണാനിധേ ഞാനറിഞ്ഞേം പരമാത്മാ ഭവാൻ കാര്യമാനുഷാനായുധോ മായയാ ഭൂതലേ ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനാവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേ നിന്നതീനെന്നടോ ജ്ഞാനദൃഷ്ട്യാതവാധ്യനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവാമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യം ആഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി ഉദ്ധാനവും ചെയ്തു ഷസ്തി മുനീവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്തി നദിയേ ഉത്തീര താപസാദി ഉത്തീര്യതാപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനീകുലാസങ്കുലം കേവലം നാനാമൃഗാദിജാകീർണം മനോഹരം ഉത്തമാവൃക്ഷാലതാ പരിശോഭിതം നിത്യാകുസുമാബലാദലാ സംയുതം തത്ര ഗത്വാ സമാസീനം മുനീകുലാസത്തമം ദുഷ്ടാ നമസ്കരിച്ചിടിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരാമിന്ദീവരക്ഷണാമിന്ദ്രാദിവൃന്ദാരകൈ വീര വന്ദിതം ബാണതൂണീരാധനുർധരം ഇഷ്ടപാത്രാണാനിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലക്ഷണായി രാഘവൻ തന്തിരൂമേനി ഗാഠം പുണർന്നീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തികണ്ഠർഘ്യപാദാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാദനുസാദരം പക്വ മധുരമധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്ത പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാവനത്തിനു പുറപ്പെട്ടു തോതരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനം ഭവതാമറിയാമല്ലോ യാതൊരിടത്തു സുഖേനാവസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലാദേശങ്ങൾ മുഖ്യോ വാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു ജാനകീ ജീവനസ്മരണം ഗുഹനോട് കൂടിയിട്ടുള്ള ആ ഗുഹൻ്റെ അടുത്തുനിന്ന് പോന്നിട്ട് പിന്നെ അവർ സൂര്യോദയത്തിന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് എത്തിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു മുനികുമാരനോട് പറഞ്ഞു ഗുരുനാഥനോട് പോയി പറയൂ ഞങ്ങളിതാ അവിടെ കാത്തിരിക്കണു കാരണം ആശ്രമത്തിലേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് ഓടിച്ചെന്ന് പ്രവേശിക്കാനൊന്നും പാടില്ല അപ്പോൾ അത് അവിടെ കാത്തിരുന്ന് അവിടെയുള്ളവരുടെ ആ പൂജയും സ്വാധ്യായങ്ങൾക്കൊന്നും തടസ്സം വരാതെ കണ്ട് അവരുടെ അനുവാദത്തോടു കൂടിയിട്ട് വേണം നമുക്ക് അവിടേക്കൊക്കെ പ്രവേശിക്കാനും ഒക്കെ വേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും അതെ അങ്ങനെയുള്ള ഒരു സത്സംഗത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട് അതിനൊരു തടസ്സം ഉണ്ടാവരുത്.
അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞത് നാമം ജപിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇവിടെ സംസാരിക്കരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നാമം ജപിച്ചില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ കർമ്മപ്രാരാബ്ദം തീരില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷേ നാമം ജപിക്കണത്ത് ഇരുന്നിട്ട് അതിന് അവരുടെ മനസ്സിനെയും അവരുടെ ആ ജപത്തിന് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഉറക്കെ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അശ്രദ്ധപൂർവം, കാരണം ഇതിനൊരു അറിയാത്തത് കൊണ്ടാണ് നമ്മളതിനൊരു വില കൽപ്പിക്കാത്തത്. കുറേ ആൾക്കാർ ഇന്നിങ്ങനെ നാമം ജപിക്കണോ അതിനിപ്പോൾ എന്താണ് എന്നും അതെ. ഇവിടുന്ന് മേൽശാന്തി തിരുമേനി പോകുമ്പോൾ ഇവിടെ ഒന്ന് തൊഴുത് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അത് അറിഞ്ഞ ആളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അതിനെ ഒരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരനുള്ള ഒരു യജ്ഞമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഇതും ഒരു യജ്ഞമാണ്. എങ്ങനെയാണോ എല്ലാ തിരുവോണൂട്ടിനും അവിടെ വന്നിട്ട് അകത്ത് തന്ത്രി വന്നിട്ട് പൂജയൊക്കെ ചെയ്ത് സമർപ്പിക്കുന്നത്, അതിൻ്റെ അത്രയും തന്നെ പവിത്രതയുണ്ട് നമ്മളിവിടെ ചെയ്യുന്ന ഈ നാമജപത്തിന്. അതിന് തടസ്സമായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ സംസാരിക്കുക, അത് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അത്രയും പ്രയോജനം ഉണ്ടെന്ന് തോന്നണില്ല. നാമജപത്തിൻ്റെ മഹത്വമൊന്നും എത്ര പറഞ്ഞാലും അത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് എന്നും പറയണ്ട, ആരാ കേൾക്കണേ? നമ്മൾ മാത്രം പറയണു, നമ്മൾ മാത്രം കേൾക്കണു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി വരണവരൊന്നും അതിന് ശ്രദ്ധ കൊടുക്കണില്ല. അപ്പോൾ അവർക്കത് തിരിച്ചറിയാൻ സാധിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നാമം ജപിച്ചില്ലെങ്കിലും അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കുമെന്ന്. കാരണം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് തീരും. ഈശ്വരന് വിമുഖമാക്കി ചേർക്കുക എന്നാണ് പറയണത്. അവിടെ അതിന് ആ യജ്ഞത്തിനെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യജ്ഞത്തിന് ദോഷം ഉണ്ടാക്കി തീർക്കണത് അത്രയും വലിയൊരു ദോഷം വന്ന് ചേരും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടായാലും അതെ, നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്, നമുക്കൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും പറയണമെങ്കിലോ ഒരു ഫോൺ വന്നാലോ അത് അവിടുന്ന് എടുത്ത് അപ്പുറത്ത് പോയിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എന്താ വെച്ചാൽ പറഞ്ഞു വരാം. അതൊന്നും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അനുസരിച്ചിട്ട് ഓരോന്നാണ് പറയണമെങ്കിലും ഇവിടെ ഇരിക്കണ സമയത്ത്, കാരണം ക്ഷേത്രത്തിൻ്റെ ആ മതിലിങ്ങോട്ട് കടന്നാൽ പിന്നെ വർത്തമാനം പറയരുതെന്നാണ്. അവിടെ നാമം ജപിക്കാൻ മാത്രമാണ് നാമം ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുക. ക്ഷേത്രത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങൾ അവിടുത്തെ ആ ക്ഷേത്രത്തിലെ ഇത് ഒക്കെ കൊണ്ടു നടത്തുന്നവർക്ക് അതിൻ്റെ സംബന്ധമായ കാര്യങ്ങൾ അത് സമാധാനപരമായ രീതിയിൽ ലേലം വിളിക്കണ പോലെ ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല ചെയ്യുക. സമാധാനപരമായ രീതിയിലൊക്കെ അത് പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കണേന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കണം. മുല്ലൂരിൽ തേവരുടെ മുമ്പിലാണ് നിൽക്കണത്. ഇവിടെ ചെയ്യുന്നത് ഓരോന്നും ആ തേവർക്കുള്ള പൂജയാണ്. അശ്രദ്ധമായിട്ട് ആ പൂജ ചെയ്യണതിനൊക്കെ ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് പൂജ ചെയ്തിട്ട് കാര്യമുണ്ടോ? വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, അത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ കേൾക്കണം. ഇവിടെ വന്ന് ഇരിക്കണ സമയത്തെങ്കിലും അത് കേൾക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. നാമം ജപിക്കാനായിട്ട് നമ്മളിവിടെ വരണമെന്നില്ല, പക്ഷെ വന്നിരിക്കണ സമയത്ത് ഇവിടെ നാമജപം നടക്കുന്നുണ്ടോ? ആ നാമജപത്തിൻ്റെ കൂടെ നാമം ജപിക്കാൻ ഇന്ന ആൾക്കേ ജപിക്കാവൂ എന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ ജപിക്കാവുന്നതാണ്. ചില കർമ്മങ്ങൾ ചിലവർക്ക് ഉണ്ടല്ലേ. അപ്പോൾ അവിടെ അകത്ത് കയറി ശീലകത്ത് കയറി പൂജ ചെയ്യാൻ തിരുമേനിക്കാൻ സാധിക്കൂ. അങ്ങനെയാണ് അതിൻ്റെ കർമ്മ വിധികളൊക്കെ, താന്ത്രിക വിധികളൊക്കെ. പക്ഷേ ഇവിടെ ഇരുന്ന് നാമം ജപിക്കാൻ ഏതൊരാൾക്കും സാധിക്കും. ആർക്കും അതിനൊരു തടസ്സമില്ല. അപ്പം അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഓരോ നിമിഷവും പറയണത് അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോരുത്തരും പെരുമാറാൻ വേണ്ടിയിട്ടാണ് ഓരോ സമയത്തും നമ്മളത് പെരുമാറണം. അപ്പോൾ അതുപോലെ ഇവിടെ അദ്ദേഹത്തിന് അങ്ങോട്ട് ചെന്നപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. നേരെ അങ്ങോട്ട് എഴുന്നള്ളി ചെന്നു എന്ന് വിചാരിച്ചാൽ അവിടെ എന്താ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അവിടുന്ന് എണീറ്റ് വന്ന് നമസ്കരിച്ച് പൂജിക്കേണ്ടാവുള്ളൂ. പക്ഷേ ആ പ്രഭു നമുക്ക് കാണിച്ചു തരുന്നു എങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ദശരഥപുത്രനായിട്ടുള്ള രാമൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ വിവരം ഒന്ന് അറിയിക്കൂ. ഞങ്ങളിവിടെ വന്നിരിക്കണു, ഞങ്ങളെ വന്ന് സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അവിടെ ഇരുന്നത്. ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവർ നമ്മളെ ഇവിടെ വന്ന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ആ രാമൻ്റെ മഹത്വം അറിഞ്ഞിട്ട്. രാമൻ അതിന് വേണ്ടിയിട്ടല്ല ഇരിക്കണത്. രാമൻ എന്തിനു വേണ്ടിയിട്ടാണ്? രാമന് അങ്ങട് പ്രവേശനത്തിനുള്ള അനുവാദം ചോദിച്ചിട്ട്, ഈശ്വരനായാൽ പോലും
ഇതാ വന്ന് നമുക്ക് നമ്മളുടെ ഒരാളായിട്ട് വന്ന് നിന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ ഒരു കാരുണ്യം എത്രയുണ്ട്, ഭക്തവാത്സല്യം എത്രയുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങനെ അതാ ആ മുനികുമാരൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേഗം വന്ന് അർഘവാദ്യാദികളൊക്കെ എടുത്തുകൊണ്ടുവന്ന് പൂജിച്ച് ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആശ്രമത്തിൽ പറഞ്ഞു, അങ്ങയുടെ ആ പാദത്തിലുള്ള രജസ്സുകളെ കൊണ്ട് എൻ്റെ ഈ ആശ്രമത്തെ പരിശുദ്ധമാക്കണം. അങ്ങയുടെ തത്വമൊക്കെ എനിക്കറിയാം, ഞാനിതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. കാരണം അവർ ഇതുപോലെ തപസ് ചെയ്ത് ധ്യാനം ചെയ്ത് ജപിച്ച് അവരുടെ ഉള്ളിലുള്ള ഈശ്വരനെ അവർ ഉണർത്തിയിട്ട് ആ ഈശ്വരനെ സാക്ഷാത്കരിച്ചവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഈശ്വരൻ്റെ പ്രവർത്തികളൊക്കെ ഉള്ളിലിരിക്കുന്നത് അതേ ഈശ്വരൻ തന്നെയല്ലേ. ആ ശരീരബോധം പോയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് മനസ്സിലാവും. അതുകൊണ്ട് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉള്ളിലുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ അറിവുകൊണ്ടുള്ള കാണുക, അതാണ് ഉൾക്കണ്ണ്. അറിവുകൊണ്ടുള്ള കാഴ്ചയാണ്, അറിവിൻ്റെ കാഴ്ചയാണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കാത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി എന്ന് പറയണു. അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത ദിവസം അവിടെ നിന്ന് ഭരദ്വാജൻ പറഞ്ഞ ആ ഋഷീശ്വരൻ പറഞ്ഞ വഴിയിലൂടെ പോയിട്ട് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ വാൽമീകി വേഗം വാൽമീകിയുടെ അടുത്ത് ചെന്ന് വാൽമീകിയൊക്കെ നമസ്കരിക്കുന്നു, അങ്ങോട്ട് ചെന്ന് നമസ്കരിക്കുന്നു. ഭഗവാൻ അവിടെ ചെന്ന് നമസ്കരിക്കുകയാണ്. അപ്പോൾ വാൽമീകിയും തിരിച്ച് ആ പാദങ്ങളൊക്കെ കഴുകി പൂജിച്ചുകൊണ്ട് നമസ്കരിച്ച് അവിടെയുള്ള പഴങ്ങളും കൈകനികളൊക്കെ ഭക്ഷിക്കാനായിട്ട് സമർപ്പിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞു, അച്ഛൻ്റെ ആജ്ഞപ്രകാരമാണ് ഞാൻ വനത്തിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ എവിടെയാണ് ഞങ്ങൾക്ക് ഉചിതമായ സ്ഥലം വസിക്കാനുള്ളത് പറയൂ എന്ന് പറഞ്ഞു. നമ്മളോടൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അതിന് നല്ലൊരു സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. ഇത് എന്താണ് ഭഗവാൻ ചോദിച്ചതെന്ന് വാൽമീകിക്ക് മഹർഷിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹവും ജ്ഞാനദൃഷ്ടിയുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ അറിവ് ഉൾക്കാഴ്ചയുള്ള ആളാണ്. അപ്പോൾ ചോദ്യം നമ്മളോടൊരു കഥ പറയുമ്പോൾ ആ കഥ മാത്രമേ മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണില്ല. അപ്പോൾ ഇവിടെ അത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ വാൽമീകി പറയണു, ജാനകീ ജീവനസ്മരണം സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം എങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേനതേ വസിപ്പാനുള്ള മന്ദിരാഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. അപ്പോൾ ചോദിച്ചു, എവിടെയാണ് താമസിക്കാൻ, എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയണു, സർവ്വലോകത്തിലിരിക്കുന്നത് ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. സർവ്വലോകവും അവിടുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? പക്ഷേ ചോദിച്ച സ്ഥിതിക്ക് പ്രത്യേകം പറഞ്ഞു തരാം. അതെന്തിനാ പ്രത്യേകം പറയണതെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞ അല്പജ്ഞാനികളായവരുടെ അറിവാൻ വേണ്ടിയിട്ട് ഞാനിത് രാമായണം ചമയ്ക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കുള്ള അറിവിനുള്ള നമ്മളുടെ ആ ഭവരോഗത്തെ മാറ്റാനുള്ള ഔഷധമാണ്, നമ്മുടെ അറിവിനുള്ള മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് പറയണു, ഏതൊക്കെ നമ്മുടെ അപ്പോൾ ആ രാമൻ എവിടെ വസിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഗൃഹത്തിൽ വസിക്കണോ, നമ്മുടെ കൂടെ വസിക്കണോ നമ്മൾ തീരുമാനിച്ചാൽ മതി. അതിന് ഈശ്വരൻ്റെ തീരുമാനമല്ല, നമ്മൾ തീരുമാനിച്ചാൽ മതി. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനാമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവൻ തന്നെ സ്വന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്താസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. എപ്പോഴും പറയണു, ആ നിത്യധർമ്മങ്ങളും അധർമ്മങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്ന പ്രവൃത്തിയിൽ ധർമ്മങ്ങളും അധർമ്മങ്ങളൊക്കെ അതിനെയൊന്നും ചിന്തിക്കാണ്ട് എല്ലാം അധർമ്മങ്ങൾ വരാണ്ടിരിക്കണമെങ്കിൽ എല്ലാം ഈശ്വര പൂജയായിട്ട് ചെയ്യണവർ.
അതാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് എനിക്ക് അവനവൻ്റെ ധർമ്മത്തിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ അവനവൻ്റെ ആ പുണ്യവർദ്ധിക്കാനും പാപമില്ലാണ്ടാവാനൊക്കെ ശ്രദ്ധിച്ചിട്ടാവും നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പുണ്യപാപങ്ങളിലൂടെ ജനന മരണങ്ങൾക്ക് കാരണമായിട്ട് തീരും. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് എന്തു തന്നെ വന്നാലും അത് ഈശ്വരൻ്റെ ഇച്ഛയാണെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ശ്രദ്ധിക്കാണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനെ ഭജിക്കുന്നവരാരാണോ അവരുടെ ഹൃദയത്തിൽ ഇതാ ഭഗവാൻ ഇരിക്കണമെന്ന് പറയണു. അതുപോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും ഗുരുവായൂരപ്പനും അതാ കാണിച്ചു തരണല്ലേ, എപ്പോഴും രാധാസഹായം അതിസുന്ദരമന്ദഹാസം. രാധാസഹായം, രാധാര പ്രേമം, അപ്പോൾ ആ രാധാസഹായം അതിസുന്ദരമന്ദഹാസം, ആ പ്രേമത്തോടു കൂടി പുഞ്ചിരിക്കുക. ഭഗവാന് അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിക്കണേൻ്റെ അല്ലേ, മനുഷ്യനായിട്ട് അവതരിച്ചിട്ടാണ് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു വന്നിട്ടാണ് അല്ലേ. അമ്മയുടെ ദുഃഖം, ദേവകിയുടെയും വസുദേവരുടെയൊക്കെ ദുഃഖം അറിഞ്ഞു. എത്രയോ ജ്യേഷ്ഠന്മാരൊക്കെ അകാലത്തിൽ വധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛനെയും അമ്മയും പിരിഞ്ഞു പോരേണ്ടി വന്നു. അമ്മിഞ്ഞപ്പാൽ പോലും കുടിക്കാൻ സാധിക്കാണ്ട് പിരിഞ്ഞു പോരേണ്ടി വന്നു. അത് കഴിഞ്ഞു കുറച്ച് കാലം ആ പ്രാണനേക്കാൾ ഏറെ സ്നേഹിച്ച അച്ഛനമ്മമാരെയും ഗോപികമാരെയൊക്കെ വിട്ട് പിന്നെയും പോകേണ്ടി വന്നു. കാലത്തിൻ്റെയും നമ്മളുടെ ആ പ്രയാണം അനുസരിച്ച് നമ്മളോട് പറയാൻ ഓരോന്നിൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് പലതിനെയും നമ്മൾ സ്വീകരിക്കേണ്ടി വരും, പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ എന്നാലും എല്ലാം സമചിത്തതയോട് കൂടിയിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് അല്ലേ. ആ ഭഗവാന് പുഞ്ചിരി ഇല്ലാണ്ട് എപ്പോഴും ഇല്ല. ഭഗവാന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ആനന്ദം കൊണ്ടേ കണ്ണ് നിറഞ്ഞിട്ടുള്ളൂ. ആനന്ദത്തിന് കാരണം ഭക്തന്മാരുടെ ഭക്തിയാണ്. അതാണ് ആ ഭഗവാന്റെ കണ്ണുനീരിന് കാരണം. അല്ലാണ്ട് ഭഗവാന് കണ്ണ് നിറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് തന്നെ ജീവിതത്തിൽ ഉണ്ടായാലും ഇതൊക്കെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലും ഇതുണ്ടായില്ലോ. മരണമില്ലാത്തവരായി മരണത്തിൻ്റെ ദുഃഖം അനുഭവിക്കാത്തവരുണ്ടോ? രോഗത്തിൻ്റെ ദുഃഖം അനുഭവിക്കാത്തവരുണ്ടോ? വിരഹത്തിൻ്റെ ദുഃഖം അനുഭവിക്കാത്തവരുണ്ടോ? ഇതൊക്കെ ഞാനിതാ അനുഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോ നിമിഷവും മുന്നാക്കം പോരണത്. എത്രയോ പേര് നല്ലത് പറഞ്ഞു അല്ലേ, എത്രയോ പേര് വെറുതെ വഴക്ക് പറഞ്ഞുണ്ടായി അല്ലേ. ഈ അഷ്ടോത്തരത്തിൽ എന്താ പറയണേ? സെമന്തകമണേർഹർത്തേന്ന്, സെമന്തകമണി മോഷ്ടിച്ചവനെ എന്നാണ് ഒരു സഹസ്രനാമത്തിൽ അഷ്ടോത്തരത്തിൽ ഭഗവാനെ വിളിക്കണ പേരാ. അത് ഭഗവാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു, എന്നാലും അതേ വിളിക്കുള്ളൂ. എന്നാലും ഭഗവാൻ അതും സന്തോഷം. എന്തു തന്നെ ഉണ്ടെങ്കിലും ഭഗവാൻ പുഞ്ചിരിയോട് കൂടിയിട്ടാണ്. അതുപോലെ ആരാണോ തൻ്റെ ജീവിതത്തിൽ സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും എന്തുണ്ടായാലും ഒക്കെ ഈശ്വരഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സമചിത്തതയോട് കൂടിയിട്ട് എല്ലാം ഒരേ മനോഭാവത്തിൽ സ്വീകരിക്കുന്നത് അവരുടെ ആ ദോഷചിന്ത മറ്റുള്ളവരുടെ എനിക്ക് ദുഃഖത്തിന് കാരണം അവനാണ് ഇവനാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ദോഷചിന്ത, അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്ന മറ്റുള്ളവരുടെ പ്രവൃത്തിക്ക് ദോഷം കാണുക, അങ്ങനെയൊന്നും ഇല്ലാതെ കണ്ട് ആരാണോ ശാന്തരായിട്ടിരിക്കുന്നത് അവരുടെ മനസ്സ് സീതാരാമന്മാർക്ക്, രാമൻ മാത്രമല്ല സീതയോട് കൂടിയിട്ടുള്ള രാമനാണ് അവിടെ ഇരിക്കുന്നത്. സീതാസമേതനായിട്ടാണെന്ന് വെച്ചാൽ ആ പരിപൂർണ തമനാണ്. രാധാസമേതം എന്ന് പറയുന്ന പോലെ സീതാസമേതമാണ്. സീത തന്നെയാണ് ആ പരമപ്രേമം. അപ്പോൾ രാമനാകുമ്പോൾ സീതയായിട്ട് മാറണു ആ പ്രേമം എന്നേ ഉള്ളൂ. അപ്പോൾ അതൊരുമിച്ചിരിക്കുമ്പോൾ അതാണ്. അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് ഓരോ വരികളിലൂടെയും എടുത്ത് വ്യാഖ്യാനിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പറയണത്. അത് നമുക്ക് കേൾക്കാം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്താസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടിന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി. ഹരേഷ് തന്മന്ത്രജാപാകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം തേ സുഖാമന്ദിരം. ശാന്തരായി നിരഹങ്കാരികളായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചനാതുല്യാമതികളാം ശ്രേഷ്ഠാമതികൾ മനസ്തവ മന്ദിരം.
നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേദത്തമായൊരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടു ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിദ്യ വാഴുന്ന ദിവ്യാമനസ്തവവാസായ മന്ദിരം. എല്ലാം അത് ഓരോന്നും പറയണം. അപ്പോൾ അതാ ഇവിടെ പറയണത് ഇഷ്ടമുള്ള കാര്യങ്ങൾ സന്തോഷമുള്ളത് വരുമ്പോൾ അതിൽ വല്ലാണ്ട് സന്തോഷിച്ചിട്ട് ഇരിക്കുക, ദുഃഖം വരുമ്പോൾ വല്ലാണ്ട് ദുഃഖിച്ച് പരിതപിക്കുക, അങ്ങനെയൊന്നും ഇല്ലാണ്ട് സുഖമായാലും ദുഃഖമായാലും ഒക്കെ ഈശ്വരേച്ഛ എന്ന് കരുതിക്കൊണ്ട് ഇതൊക്കെ മായ കൊണ്ട് മോഹിപ്പിക്കുന്നതാണ്. ആ ഭഗവാൻ മാത്രമേ ശാശ്വതമായിട്ടുള്ള ഒന്ന് സത്യം മനസ്സിലാക്കിയിട്ടിരിക്കണവരാരാണോ അവരുടെ മനസ്സിൽ വസിക്കാം എന്ന് പറയുന്നു. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കില്ല ദേഹത്തിനേയുള്ളൂ. ക്ഷുദ്രുദ്ഭവാ ദുഃഖ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കില്ലതാത്മാവിനില്ലേതും ഇഥാമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം പരം ജിതഗ്നം വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്തവേദ്യമാദ്യം ജഗത്കാരണം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവാഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മനാലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകൽമജയാസമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസദൃഢീകൃതചേതസം സന്തതം തൽപാദ സേവാരതാത്മനാം സന്തതം തന്നാമ മന്ത്രജപശ്രുതി സന്തോഷചേതസം ഭക്തിദ്രവാത്മനാം അന്തർഗത നൈവസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിതേ. പല വിധത്തിൽ ഉള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എല്ലാ സർവന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ ആ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം പറയണു, ഭക്തി കൊണ്ട് മനസ്സലിഞ്ഞിട്ട് ആരാണോ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് എപ്പോഴും ഈശ്വരനാമജപത്തോടു കൂടിയിട്ട് ആ ഭക്തിയോട് കൂടിയിട്ട് ആരാണോ ഇരിക്കണത് അവരുടെ മനസ്സിൽ വസിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നാമം ജപിക്കുമ്പോൾ എന്ത് വേണം? ആ പ്രേമഭാവത്തോടു കൂടിയിട്ട് ആ ഭക്തിയോട് കൂടിയിട്ട് വേണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കനാമം ജപിക്കൂ അങ്ങനെ പറയല്ല. നമുക്ക് ജപിച്ച് വരുമ്പോൾ ആ ലയം വരുമ്പോൾ നമ്മുടെ ശബ്ദമൊക്കെ അറിയാണ്ട് ഉയർന്നു പോകണം. അല്ലെ ആ ലയം വരുമ്പോൾ ശരിക്കും അതാണ് മത്തനെ പോലെ നൃത്തം കുതിക്കണം എന്ന് പറയുന്നത്. ആനന്ദത്തോടു കൂടിയിട്ട് ആനന്ദം. അപ്പം നമ്മളുടെ ശരീരം നമ്മുടെ ഉള്ളിലൊരു ഭാവം ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ പ്രകടമാവും ഉറപ്പായിട്ടും. ദുഃഖമായിട്ടാണ് ഒരാൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ ആളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ ദുഃഖിതനാണ്. വേദനയുള്ള ഒരാളായാലും നമുക്ക് കണ്ടാൽ, വേദന വല്ലാണ്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ ഇത് വേദനയുണ്ട്. ആ ഒരു പ്രകടനമുണ്ട്, ആ ശരീരത്തിനും മുഖത്തിനൊക്കെ ഒരു പ്രകടനം ഉണ്ടാവും. ഒരു കൊച്ചു കുഞ്ഞ് ഇതവിടെ ഓടിക്കളിക്കുന്നു. കുറച്ച് നേരം അതിനെ നോക്കിയിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം ആ കുട്ടിയോട് തോന്നിയ നിമിഷം അത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ഓടി വന്നു. നമ്മളപ്പോൾ എന്താ ചെയ്യുക? വേഗം അതിനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കും. ആ കുഞ്ഞിനോടുള്ള സ്നേഹം എന്താ ഉണ്ടായേ? പ്രകടനമായിട്ട് വന്നു. അതാണ് അതിനെ എടുത്ത് ഉമ്മ വച്ചത്. അതുപോലെ ഓരോന്നും പ്രകടനമാണ് എല്ലാം. ഇപ്പം നമ്മൾ എല്ലാം അതെ ആ ഒരു പ്രകടമായിട്ട് ശരീരം നമ്മുടെ ഉള്ളിലുള്ള ഭാവത്തിനെ പ്രകടമാക്കുന്നുണ്ട്. ദേഷ്യം വന്നാലും അത് പ്രകടമാക്കുന്നുണ്ട്, അനിഷ്ടം വന്നാലും പ്രകടമാക്കുന്നുണ്ട്. മുഖഭാവങ്ങളെ കൊണ്ട് നമുക്കറിയാം അയാൾക്കത് അനിഷ്ടമായി, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ശരീരം ഉള്ളിലുള്ള ഭാവത്തെ പ്രകടമാക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നാമം ജപിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരം പ്രകടമാക്കും. ആ പ്രകടനം നമുക്കിങ്ങനെ അവനവനറിഞ്ഞു എന്ന് വരില്ല, മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അറിയാം. അത് ആസ്വദിച്ചിട്ടാണോ ജപിക്കണേ, അല്ലാണ്ടാണോ ജപിക്കണേ, വേറെ എന്തെങ്കിലും ചിന്തകളെ കൊണ്ടാണോ ജപിക്കണേ. എല്ലാ ദിവസവും ഇവിടെ ഇരുന്നിട്ട് പറയാറില്ല അല്ലേ ഉറക്ക നാമം ജപിക്കുമെന്ന്. ചില ദിവസങ്ങളിൽ നമ്മൾ അത്രയും അലിഞ്ഞ് ജപിക്കും.
അങ്ങനെ എപ്പോഴും അതുപോലെ അനുഭവം ഉണ്ടാവണമെന്നില്ല. കുറേ ജപിച്ചാണ് അനുഭവം ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. അന്ന് ഒരു തവണ നമുക്ക് ആ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാവണ്ടേ പിന്നെ പ്രയത്നിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊരാളാണോ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഈശ്വര പ്രേമത്തോടു കൂടിയിട്ട് നാമം ജപിക്കാനായിട്ട് ആർക്കാണോ സാധിക്കുന്നത് അവരുടെ മനസ്സിൽ ഞാൻ വസിക്കും എന്നതാ പറയണു. ഇവിടെ ഇരിക്കാൻ കസാരയൊന്നും ഇല്ലേ? ആ കുട്ടി കുറേ നേരമായാലും അവിടെ നിൽക്കണു. എവിടെയെങ്കിലും ഒരു 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 കസാര 2 കസാരയൊന്നും ഇട്ട് കൊടുക്കും ഈ കുട്ടി. ഹരേ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ എന്നൊരു പായ കൊണ്ടുവന്ന് കൊടുത്താലും മതി. ഇവിടെ താഴെ ഇരിക്കാം. അപ്പോൾ പറയണു, ആരാണോ ആ നാമമന്ത്രങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് സന്തോഷചേതസാം ഭക്തിദ്രവാത്മനം, ഭക്തി ദ്രവിക്കുക, ഭക്തി കൊണ്ട് നമ്മുടെ ആ ഹൃദയം ഇങ്ങനെ ദ്രവിച്ചൊഴുകണം. ആ ഭാവത്തിൽ ആരാണോ നാമം ജപിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ആര് വന്നിരിക്കും? ഭഗവാൻ. കൃഷ്ണനാണെങ്കിൽ രാധാസമേതനായിട്ട് വരും, ശിവനാണെങ്കിൽ സാക്ഷാൽ ഉമാസമേതനായിട്ട് വരും, രാമനാണെങ്കിൽ സീതാസമേതനായിട്ട് വരും. കാരണം ഇതൊക്കെ ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്. ഏതൊരു ഭാവത്തെയാണോ നമ്മൾ ഹൃദയത്തിലേക്ക് വെച്ച് ആരാധിക്കുന്നത് ആ ഭാവത്തിൽ വരും. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന തുളസീദാസ് ഗോസ്വാമി വൃന്ദാവനത്തിലിരുന്നിട്ട് രാമചരിതമാനസത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാകൃഷ്ണന്മാർ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ വേഗം അദ്ദേഹം നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ രാധാകൃഷ്ണ ഭാവത്തെക്കാളും എൻ്റെ മനസ്സിന് കൂടുതൽ ആനന്ദം തരണത് രാമനും സീതയായിട്ടുള്ള ഭാവമാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ ആ രാമനും സീതയുമായിട്ട് പ്രകടമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതേത് ഭാവമാണോ ഇഷ്ടം ആ ഭാവത്തിൽ ഭഗവാൻ പ്രകടമാവണം. അപ്പം അതുകൊണ്ട് ആ ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സ് ദ്രവിക്കണമെങ്കിൽ നമുക്ക് അത് വേണം, അതറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. ഇടയ്ക്കൊക്കെ നമ്മൾ പറയില്ലേ, നാമം ജപിക്കുമ്പോൾ ഇന്ന് എന്തെന്നറിയാത്തൊരാ, അപ്പോൾ ഇങ്ങനെ ജപിച്ചാൽ ഇത് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ അശ്രദ്ധമായ മനസ്സോടുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് അത് ഇടയ്ക്ക് ക്ഷീണം തോന്നുക, ആലസ്യം വരികയൊക്കെ ചെയ്യുക, കണ്ണുകളൊക്കെ അടഞ്ഞു പോവുക, അങ്ങനെ ഉണ്ടാവാം. പിന്നെ ആ സ്ഥിതിയായിട്ട് ആ ഭക്തിയിൽ ലയിച്ച് സമാധി വരണ അവസ്ഥയിലും കണ്ണൊക്കെ അടഞ്ഞ് നമ്മളിതാ ആ ശരീരബോധം മറന്നിരിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ആനന്ദം കൊണ്ട് കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകണുണ്ടാവും. അത് ഒരു നിദ്രാവസ്ഥയിലേക്കല്ല എത്തുക. നിദ്രയും ഒരു തരത്തിൽ ലയം തന്നെയാണ്. അതാണ് ഈ ഓരോരോ ദിക്കിൽ ചെന്നിരുന്നിട്ട് പറയുമ്പോൾ തത്വമായിട്ട് പറയണതും കഥകളായിട്ട് പറയണതും എല്ലാം ഈശ്വരൻ്റെ ഭാവങ്ങൾ തന്നെയാണ്. തത്വം പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർക്ക് മനസ്സിലാവില്ല. നമ്മൾ കുറേ അത് കേൾക്കാനൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ പിന്നെ നമുക്ക് ഉറക്കം വന്നു പോകും. കാരണം അവിടെ ഒരു ലയം വരികയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഉറക്കം ഒരു തരം ലയം തന്നെയാണ്. മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, മനസ്സൊക്കെ താളം തെറ്റിയിട്ടുള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും, ഉറക്കി കിടത്തും. കാരണം ഉറങ്ങിയാൽ തന്നെ മനസ്സ് ശാന്തമായിട്ട് വരും കുറേ. അതാണ് പറയണത്. അപ്പോൾ നമ്മളിത് അത്രയും ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഓരോ നിമിഷവും ആ ഭഗവാന്റെ മുമ്പിലിരിക്കേണ്ടത്. ഇത്രയും മഹത്തായിട്ട് ഉള്ള ഒരു വേദി ഭഗവാനായിട്ട് ഒരുക്കി തന്നു. നമ്മൾ ചോദിച്ച് മേടിച്ചതൊന്നുമല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾക്ക് തന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എന്നെ ഇവിടെ ചോറ്റാനിക്കരയിൽ നിന്ന് ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു കുട്ടിയെ ഞാൻ ഗുരുവായൂർ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് ഗുരുവായൂരപ്പനായിട്ട് ഒരു കൊച്ചുമോളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ആ കുട്ടിക്ക് ശരിയല്ല, അതിന് അംഗവൈകല്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ
ശരീരത്തിന് മാത്രമേ അതുള്ളൂ, മനസ്സിനതില്ല. ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ അതിന് ഒരുപാട് സന്തോഷമാണ്. ഏറ്റവും സന്തോഷം ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴാണ്. എത്ര വാശി പഠിച്ചിരിക്കുകയായാലും അവൾക്ക് നാമജപം വച്ചു കൊടുത്താൽ അവൾ ശാന്തമായിട്ടിരിക്കും എന്നൊക്കെ അവളുടെ അമ്മ പറയാറുണ്ട്. അപ്പോൾ ആ അവരുടെ അമ്മ ഒരു എല്ലാവിധത്തിലും എല്ലാവരുടെയും ആ ജീവിത പ്രാരാബ്ധമല്ലേ, അവിടെ ഒരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അറിയണം വേറെ 1-2 പേരുള്ള പറഞ്ഞു, ഒന്ന് എന്നോട് ചെല്ലണം കേട്ടോ എന്ന് പറഞ്ഞു. ഇത്ര ദൂരേക്കൊന്നും പോകാൻ വയ്യല്ലോ വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒന്ന് പോണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ പോയിണ്ടായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ പറയുക, അവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഗുരുവായൂരപ്പൻ തന്നെ വന്ന പോലെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ചെല്ലുക മാത്രമല്ല, അവിടുന്ന് എന്തോ വസ്ത്രങ്ങളുടെയൊക്കെ ഒരു ഇതാണ്, അവിടുന്ന് അതൊക്കെ വാങ്ങിപ്പോയി. അപ്പോൾ പറഞ്ഞു അത് അത്രയും സഹായിച്ചു. അപ്പം ഞാൻ വിചാരിക്കും ഈ ഭഗവാന്റെ ഒരു കരുതൽ നോക്കൂ. ഏതോ ഒരു സ്ഥലത്തിരുന്നൊരു വ്യക്തി എങ്ങനെയാണ് ഗുരുവായൂർ വെച്ച് തൊഴാൻ പോയപ്പോൾ ഈ മോളാണ് ഒരൊച്ച എടുത്തപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. ആ കുട്ടിയാണ് ആദ്യം എന്നെ തിരിച്ചറിഞ്ഞത്. നമ്മൾ പറയണു അറിവില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. ആ മോളിലൂടെ ആ അമ്മയെ പരിചയപ്പെട്ടു. അപ്പം ഞാൻ പറയാം, ഓരോ ദിക്കിലും വേണ്ടത് വേണ്ടപ്പോൾ നൽകാൻ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കണേ. ആ ഭഗവാന്റെ കാരുണ്യമല്ല ഇപ്പോൾ ഇവിടെ ചേർത്ത് വെച്ചതും ആ കാരുണ്യമാണ്. അതിനെ നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താണ്ടിരുന്നാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ദൈവനിന്ദ എന്ന് പറയണത്. അപ്പോൾ അത് ഓരോ നിമിഷവും നമുക്കിത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഇങ്ങനെ പറയണത്. വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ നിങ്ങളനുസരിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല അത് പറയണത്. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണത് അത്രയും നമ്മൾ ഊട്ടി ഉറപ്പിച്ച് അത് ദൃഢമാക്കണം. എന്നും നിത്യോപാസന ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒരിക്കൽ പോലും മനസ്സ് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആണത് ഇടയ്ക്കിടയ്ക്ക് പറയണത്. ജാനകീ ജീവനസ്മരണം കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിന്നാമഹിമയാൽ ബ്രഹ്മാമുനിയായി ചമഞ്ഞിതു ഞാനെടോ. നമ്മൾ പലതും പലർക്കും ഉപദേശിക്കൂലേ, പല കാര്യങ്ങളും നമ്മൾ പലർക്കും ഉപദേശിക്കും. എന്നിട്ട് അവരോട് പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നാമം ജപിച്ച ഗുണം ഉണ്ടാവും. ഇതിൽ വയ്ക്കുമ്പോൾ കിട്ടണില്ല എനിക്ക്. നാമം ജപിക്കുമ്പോൾ ഗുണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പലതും നമ്മൾ ഉപദേശിക്കും. പക്ഷേ അവനവന് നിങ്ങൾ നാമം ജപിക്കാറില്ല, ഞാനൊന്നും അങ്ങനെ നാമം ജപിക്കാറില്ല, എല്ലാവരും പറയണതല്ലേ. എൻ്റെ അച്ഛനൊക്കെ നല്ലോണം നാമം ജപിക്കാറുണ്ടാവും, അച്ഛനതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്കുള്ള അനുഭവം നമ്മൾ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടാവും. ഇവിടെ എന്താ പറയണത്? നാമത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ട് പറയാം. നാമമഹത്വം പറയാൻ എന്നോളം ആർക്കും ഇല്ല, അതിന് ഒരു യോഗ്യത ആർക്കും ഇല്ല. കാരണം ആ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ് ഞാൻ. അങ്ങയുടെ നാമം വിപരീത അക്ഷരങ്ങളിലൂടെ മരാന്നാണ് ജപിച്ചത്, രാമാന്ന് പോലും അല്ല ഞാൻ ജപിച്ചത്. അങ്ങനെ വിപരീതമായിട്ട് ജപിച്ചിട്ട് പോലും ആ മന്ത്രം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ രാമമന്ത്രം എന്നെ ഇന്ന് മുനിയാക്കിയിട്ട് തീർത്തു. അപ്പോൾ ബ്രഹ്മമുനിയായിട്ട് തീർന്നു, ഞാൻ ബ്രഹ്മർഷിയായിട്ട് തീർന്നു. അപ്പോൾ അത്രയും വലിയ ആ രാമമന്ത്രത്തിനെ പറ്റിയിട്ട് എന്താ എൻ്റെ ഒരു യോഗ്യത? ഒന്നും ഉണ്ടായില്ല. കാട്ടാളനായ ഞാൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ എത്രയാണ്? അത്രയും മഹാപാപങ്ങളാണ് ചെയ്തു കൂട്ടിയത്. എന്നിട്ട് പോലും ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞാൻ ഇങ്ങനെയായിട്ട് തീർന്നു. അപ്പം ഞാനല്ലേ ഉറക്കെ വിളിച്ച് പറയേണ്ടത് ഈ നാമത്തിൻ്റെ മഹത്വം എന്ന് നമ്മളോട് പറയണു. നാമം ജപിച്ചോളൂ എന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു വന്നിട്ട് ചോദിച്ചു, മഹാദേവനെയാണ് വിളിക്കണേ, അങ്ങോട്ട് കടന്ന് ഒന്ന് വിളിച്ചുകൂടെയാവോ? ഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ എൻ്റെ ഒരു ബന്ധു വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഈ സന്ധ്യ നേരത്തൊക്കെ രാമായണം വായിക്കണേന്ന്. എപ്പോഴാണോ രാമായണം വായിക്കാനായിട്ട് നമുക്ക്
ആഗ്രഹം തോന്നണേ അപ്പോൾ നമ്മൾ രാമായണം വായിക്കുകയാണ്. അപ്പോൾ ചോദിക്കണു, എന്തിനാണ് രാമായണം ഈ സന്ധ്യ നേരത്ത് വായിക്കണേ? ഞാൻ സന്ധ്യയ്ക്ക് രാമ എന്നുള്ള നാമം പോലും ജപിക്കില്ല എന്ന്. അത്രയും ഭയമാണ്. കാരണം എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് ഇതൊക്കെ ജപിച്ചിട്ട്. ഇങ്ങനെ അജ്ഞാനമുള്ള പലരും ഉണ്ട്. രാമനാമം സന്ധ്യയ്ക്ക് നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ രാമനാമം ജപിപ്പിച്ചിട്ടാണ് സന്ധ്യയ്ക്ക്, അല്ലേ? ഏതെങ്കിലും അത് ഏത് രാമൻ, ആ രാമൻ എന്നുള്ളതിന് രമിപ്പിക്കുന്നവനൊരർത്ഥമുണ്ട്. അത് നമ്മൾ കാണുന്ന ശ്രീരാമസ്വാമി ആവണമെന്നില്ല. രാമൻ എന്ന് വെച്ചാൽ നമ്മളെ രമിപ്പിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ചിലവർക്കൊക്കെ അറിയാം, ചെറുപ്പത്തിൽ നാമം ജപിക്കുമ്പോൾ രാമനാരായണ രാമനാരായണ എന്ന് ജപിക്കും. ഈ രാമനാരായണ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാരായണൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? ആ അറിവ്, നാരം എന്ന് വെച്ചാൽ അറിവാണ്. അറിവിനെ പ്രദാനം ചെയ്യേണ്ടതാണ് നാരായണൻ. അപ്പോൾ അറിവുണ്ടായാൽ എന്തുണ്ടാവും? മനസ്സിന് ആനന്ദം ഉണ്ടാവും. അപ്പോൾ ആനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്നുമല്ല, എന്തെങ്കിലും പറയുമ്പോഴും പറയും 4 അക്ഷരം പഠിച്ചുകൂടെ? ഏതാ 4 അക്ഷരം? നാരായണ 4 അക്ഷരം. അത് പഠിച്ചാൽ, വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തന്നെത്താനെ വരും. ഈശ്വരനിലേക്ക് എത്തുക. നമ്മളറിയാണ്ട നമ്മുടെ ഗുരുകാരന്മാരെ നമ്മുടെ ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് ഇത്രയ്ക്കൊന്നും അറിവുണ്ടാവില്ല. എങ്കിലും അവരുടെ കാരണന്മാർ പഠിപ്പിച്ചതാണ് രാമനാരായണ എന്ന് ജപിക്കാൻ. അപ്പോൾ അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു രാമനാരായണ എന്ന്. അറിഞ്ഞായാലും അറിയാണ്ടായാലും നമ്മൾ ജപിക്കുന്നു. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ജപിച്ചതിൻ്റെ ആ ഒരു പുണ്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം സന്ധ്യയ്ക്ക് എപ്പോഴും പറയാണ്, നമ്മുടെ സന്ധ്യ, നമ്മുടെ 3 സന്ധ്യയല്ല ഭഗവാന്മാരുടെ നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭഗവാന്മാർക്ക് മിഴി അടച്ച് തുറക്കണ നേരം പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ സന്ധ്യാവന്തനമൊക്കെ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്തനമൊക്കെ ആയിട്ട് മാറുക? ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകമായിട്ടൊരു സന്ധ്യാവന്തനം ഇല്ല. ഹനുമാൻ സ്വാമി സദാ രാമത്തിലാണ്. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. രാമനാമം ജപിക്കണവരെ എൻ്റെ മുമ്പിൽ തൊഴുത് നമസ്കരിച്ച് കണ്ണുനീര് വാർത്തുകൊണ്ട് അവരെ പോലും നമസ്കരിക്കുന്നു. അത്രയും ഭക്തിയാണ്. ശ്രീരാമ ഭക്തോത്തമാഞ്ജനേയ ശ്രീരാമദൂതാ തുണയേകിടേണം ശ്രീരാമനിൽ താവക ഭക്തി പോലെ ശ്രീകൃഷ്ണ ഭക്തിക്കടിയൻ തൊഴുന്നേൻ. കാരണം ആ ഭക്തി എൻ്റെ മനസ്സിനെ രമിപ്പിച്ചത് അതായതുകൊണ്ട് ആ ഹനുമാൻ സ്വാമിയോട് അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ഭക്തോത്തമനായിട്ടുള്ള എത്ര ഭക്തിയാണ്. ആ ഭക്തിയിൽ നിന്ന് ഒരു നിമിഷം പോലും ഇങ്ങനെ ചലിക്കണില്ല. ആ ഭക്തിയിൽ നിന്ന് വേറിട്ട് ചലിക്കണില്ല രാമൻ. അത്രയും ഭക്തിയാണ് ശ്രീരാമസ്വാമിക്ക്. അപ്പം അങ്ങനെയുള്ള ആ ശ്രീരാമൻ രാമനാമം ജപിക്കുന്നവരെ ശപിക്കുന്നൊക്കെ പറയുന്നത് എത്ര വലിയ മഹാപാപാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അതെന്താ വെച്ചാൽ ഈ സനാതന ധർമ്മത്തിനെ ഇല്ലാണ്ടാക്കാൻ പല വിധത്തിലും പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരൊക്കെ ഉണ്ടായിട്ട് നശിക്കണേനെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നും ഉള്ളേനെ. ഇവിടെ ഈ വിളക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയെ ഇല്ലാണ്ടാക്കുക, അതൊക്കെ ഉണ്ടായിട്ടുള്ളതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. നിത്യം ഉള്ള സാധനത്തിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റുക? നമുക്ക് തോന്നും, അല്ലേ? ഇപ്പം ഇവിടെ ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ വെളിച്ചം എല്ലാ ദിക്കിലും ഉണ്ടാവും. ഇപ്പോൾ ഈ പകലായ കാരണം നമുക്ക് തോന്നും ഇവിടെ വെളിച്ചമൊന്നുമില്ല, കത്തണർത്ത് മാത്രമേ ഉള്ളൂ എന്ന്. രാത്രിയാകുമ്പോൾ അറിയാം ഇതിൻ്റെ വെളിച്ചം എത്രയുണ്ടെന്ന്, അല്ലേ? ഇരുട്ട് ഉള്ളപ്പോൾ നമുക്കറിയാം അതിൻ്റെ വെളിച്ചം എത്രയുണ്ടെന്ന്. അത് നമുക്ക് അറിയാണ്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പ്രഭ കുറഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയിരിക്കും. അപ്പം അതുകൊണ്ട് ഒരിക്കലും പറ്റില്ല. അപ്പം അതുകൊണ്ട് രാമനാമത്തിൻ്റെ മഹത്വം പറയണത് ഇവിടെ വാൽമീകി മഹർഷിയാണ്. ചിന്മയാനായ നിന്നാമാ മഹിമയായി ബ്രഹ്മാമുനിയായി ചമഞ്ഞിതു ഞാനെടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മരീയാതങ്ങൾ ചെയ്തൻ പലതരം ജന്മാമാത്രദ്വിജത്വം മുന്നമുള്ളതും ധർമ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രാ സമാചാര തൽപരനായൊരു ശൂദ്രാതരൂണിയുമായി വസിച്ചെഞ്ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്രഭം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നെഞ്ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത
സപ്താമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ ഗുമൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുത നിർജ്ജനേ ഘോര മഹാവനെ ദുഷ്ടാസ സംഭ്രമാമെന്നോടരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്രകിം ദുഷ്ടാമതേ പരമാർത്ഥം പറയകെന്നു ദുഷ്ട്യാ മുനീവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കത്രയും ക്ഷുദ്ര പീഡിതന്മാരായി കഴിയുന്നു. വൃത്തി കഴിപ്പാൻ വഴിപാക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം പൂണ്ടു സാദരം. ആ വധിക്കാനായിട്ട് ചാടിപ്പടഞ്ഞു വന്ന് ഇരിക്കണേ അവരുടെ മുമ്പിൽ നോക്കിയിട്ട് ആ ഭയപ്പെടാണ്ടൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല അത്ര വലിയ ഒരു അഭാവം. നമ്മൾ ഭയപ്പെടണോണ്ടാണ് അവർ നമ്മളെ ദ്രോഹിക്കുന്നത്. അപ്പോൾ ഓടി വന്നിട്ട് നമ്മളെ കടിക്കാനായിട്ടൊരു നായ വരികയാണെങ്കിലും വേണ്ടില്ല, അതിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരൊറ്റ ഒച്ച എടുത്തിട്ട് എന്തെങ്കിലും ഇത് കാണിച്ചാൽ അത് പതുക്കെ ഒന്നും പിന്നാക്കം നിൽക്കും. അതിന് നമുക്ക് ഭയം കണ്ടോടുമ്പോഴാണ് അത് നമ്മളെ ഉപദ്രവിക്കുന്നത്. അതിന് ഭയമായിട്ടാണ് നമ്മൾ അതിനെ വല്ലതും ചെയ്യാവോ വെച്ചിട്ടാണ് അത് വരണത്. അതുപോലെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് ഒരു കള്ളനെ പിടിച്ച കഥ പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, എങ്ങനെയാണ് അപ്പോൾ പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് മുമ്പിൽ വന്നിങ്ങനെ നിന്നപ്പോൾ പേടിച്ചു എന്ന് വിചാരിച്ചാൽ ആ പേടിയുടെ ശക്തി കൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ അങ്ങോട്ട് അലറിയിട്ട് അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങോട്ട് ആക്രോശിച്ച് ചെന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വന്ന ആളൊന്ന് വരണ്ടു. ആ ഒരു നിമിഷം കൊണ്ട് അയാളെ തള്ളി ഇട്ടിട്ട് പുറത്തേക്ക് കടന്ന് വാതിലടച്ച് കുറ്റിയിട്ട് അങ്ങനെയാണ് പിടിച്ചതെന്ന് പറഞ്ഞു. അതങ്ങനെയാണ്. ഞങ്ങൾ കോഴിക്കോട് താമസിക്കുന്ന സമയത്ത് മനസ്സിന് സുഖമില്ലാത്ത ഒരാളവിടെ ഉണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വരും. എന്നിട്ട് ഒരു ദിവസം ഞാനവിടെ തന്നെയുള്ളപ്പോൾ അയാൾ പറയണത് അയാളുടെ വീടാണെന്നൊക്കെ പറഞ്ഞ് വരും. തന്നെയുള്ളപ്പോൾ ഇതുപോലെ കയറിയാൽ വന്നു. എന്തു ചെയ്യാനും കരുത്തുണ്ട്, നല്ല ശക്തിയാണല്ലോ ഇവർക്കൊക്കെ. അങ്ങനെ വന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരും ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വാതിൽ ഉമ്മർത്ത് തുറന്നിട്ട് അടുക്കളയിൽ നിന്നിങ്ങനെ നോക്കിയാൽ കാണാം നാളികേരം ഉടയ്ക്കാൻ വേണ്ടി വെട്ടുകത്തി കയ്യിലെടുത്ത് നാളികേരം ഉടയ്ക്കാൻ നിൽക്കുമ്പോഴാണ് വന്നത്. ഞാൻ ആ വെട്ടുകത്തിയും കൊണ്ട് അലറിയിട്ട് അങ്ങോട്ട് ചെന്ന വഴി ആൾ ഓടിപ്പോയി, ഭയപ്പെട്ട് ഓടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ എത്രയോ ആൾക്കാർ പോലും പിടിച്ചാൽ കിട്ടാത്ത ഒരാളാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഭയപ്പെടുമ്പോഴാണ് ഓരോ ജീവൻ്റെയാണ്. പെട്ടെന്ന് നമ്മൾ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ പ്രതികരിച്ചാൽ ആരും ഒന്ന് ഭയക്കും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, ഇവിടെ അവരോട് പറഞ്ഞപ്പോൾ അവർ ചിരിക്കുക ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് ചിരിച്ച് പേടിയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം ഒന്ന് പിൻവാങ്ങി. എന്നിട്ട് ചിരിച്ചിട്ടാണ് സംസാരിക്കണത്. നീ എന്തിനാ വേണ്ടേ, എന്താ വേണ്ടേ, സൗമ്യമായിട്ട് ചിരിച്ച് സംസാരിച്ചപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറയണു, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടും അത്രൈവ ഞങ്ങൾ നിസംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു പുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലാമൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ, മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കണോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ചെയ്യണ ഓരോ കർമ്മങ്ങളിലൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് മാത്രമാണ്, അത് വേറെ ആരും പങ്കിട്ടെടുക്കില്ല. ആ വീട്ടിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയുമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടായാലും അപചാരങ്ങൾ ചെയ്യരുത്, പാപകർമ്മങ്ങൾ ചെയ്യരുത്. അത് അവനവനിലേക്ക് തന്നെയാണ് തിരിഞ്ഞു വരിക. അപ്പോൾ ഇവിടെ ആ സത്യത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണു ആ ഋഷീശ്വരന്മാർ. അപ്പോൾ പറയണു, സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മഗണബലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ.
താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചൊരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനോ താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യാതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതന്നന്തക്കരണവും ത്വക്താധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചൻ പാദസന്നിധവും. ദുർഗതീസാഗരെ മഗ്നനായിടുവാൻ നിർഗമിച്ചിടും എനിക്ക് എന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത. അക്ഷണം ഭൂഷണമല്ലോ മഹാത്മനം സ്പഷ്ടമിത്യുക്താവതീതം തവ പദാന്തികേ ദുഷ്ട മുനീവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദ്യൈവാസ്തുതേ. സദ്യാബലം വരും സജ്ജനാസംഗമാലിദ്യുജ്ജനാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ തപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജധവനാമിവൻ ദിവ്യാജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ. രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രധാനേന. ഇത്യമുക്ത രാമ നാമവർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം രാമരേതി ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനാരങ്ങിനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത്രയും ഒരു ദോഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാട്ടാളനായിട്ട് തീർന്ന ആ രത്നാകരൻ ഇവരെ കണ്ടപ്പോൾ സജ്ജന സംഗമം ഉണ്ടായപ്പോൾ തന്നെ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അല്ലേ, സാധാരണയൊക്കെ അങ്ങനെ ഒരാൾ പോയിട്ട് വെള്ളം വേണോ? സാധാരണ ഒരാൾ അങ്ങനെയൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുകയാണ് നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്നെ പറ്റിക്കാനല്ലേന്നല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. പക്ഷേ ആ ഉള്ളിൽ ഈശ്വരഭാവം വിളങ്ങുമ്പോൾ ഈശ്വരൻ തന്നെ വന്ന് പറയുമ്പോൾ നമുക്ക് ആ സത്യം ബോധിക്കും. അത് ഭഗവാന്റെ കാരുണ്യമാണ്. ആ സത്യം നമ്മുടെ ഉള്ളിൽ ബോധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ ആ അവരുടെ ഉള്ളിലുള്ള ഈശ്വരഭാവം ഉണർത്താനായിട്ട് ഈ താപസശ്രേഷ്ഠന്മാർക്ക് സാധിച്ചു. അദ്ദേഹം വേഗം ചെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കണു, ഭാര്യയോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണു ആ കർമ്മത്തിൻ്റെ ഫലം അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം, വേറെ ആരും അത് അനുഭവിക്കാതെ അത് പങ്കിട്ടെടുക്കില്ല എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ തത്വാർത്ഥ ബോധം ഉദിക്കണു. വേഗം ചെന്ന് നമസ്കരിക്കുമ്പോൾ കാരുണ്യത്തോടു കൂടിയിട്ട് ആ താമസശ്രേഷ്ഠന്മാർ ഏറ്റവും ആ താരകബ്രഹ്മം ആണത്രേ. രാമനാമം എന്ന് വെച്ചാൽ താരകബ്രഹ്മം അത്രയാണ്. രാമനാമത്തിന് അഗ്നി പോലെയാണത്രേ രാമനാമം. അപ്പോൾ അവരാദ്യം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു ഇത്രയും ദുർവൃത്തനാണ്. സാധാരണ ദുർവൃത്തി കുലം കൊണ്ട് വന്ന് ദുർവൃത്തനായിച്ച കുഴപ്പമില്ല, ഇത് ജനിച്ചത് ബ്രാഹ്മണജാതിയിലായിരുന്നു. പക്ഷേ അതിനെ ഉപേക്ഷിച്ചിട്ടാണ് കാട്ടാള സ്വഭാവം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പാപമായിട്ട് ശരിക്കും ബ്രഹ്മഹത്യാപാപം തന്നെയാണത്. അപ്പോൾ അത്രയും വലിയ പാപമുള്ള ഒരാൾക്ക് താരക മന്ത്രം ഉപദേശിച്ച് കൊടുത്താൽ അത് താങ്ങാനുള്ളൊരു കരുത്തുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ആ നാമം എങ്ങനെ ജപിച്ചാലും നമ്മൾ ഹരേ രാമ നാമം ജപിക്കുന്ന കാര്യം പറയുമ്പോൾ ചിലവർ ചോദിക്കാറുണ്ടല്ലോ, ഹരേ കൃഷ്ണ ജപിക്കാൻ പാടുമോ, അങ്ങനെയാണോ ഹരേ രാമയാണോ? എങ്ങനെ ജപിച്ചാലും അതിന് ആ മന്ത്രത്തിൻ്റെ ആ ഒരു ശക്തി ഉണ്ടാവും. എങ്ങനെയാണോ ഗുരുനാഥൻ നമുക്ക് ഉപദേശിച്ച് തന്നത് അതുപോലെയാണ് ജപിക്കേണ്ടത്. ഹരേ രാമ എന്നാണ് ഉപദേശിച്ച് തന്നെ ഗുരുനാഥൻ. അല്ലെങ്കിൽ നമ്മൾ അതിലെയാണ് ഉപാസന നടത്തണമെങ്കിൽ അത് ജപിക്കാം. നാളെ ഒരാൾ നമ്മളോട് ഒന്ന് പറയുന്നതല്ല കേട്ടോ ഹരേ കൃഷ്ണയാണെന്ന് പറഞ്ഞാൽ വെറും വാക്ക് കേട്ടിട്ട് നമ്മളത് മാറ്റരുത്.
ഒരു ഗുരുനാഥൻ വന്നിട്ട് ഉപദേശിക്കുകയാണ്. ആ ഗുരുനാഥനായിട്ട് വന്ന് ഉപദേശിക്കുകയാണ്. അദ്ദേഹത്തിനെ ഗുരുനാഥനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചു. ഗുരുനാഥൻ ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് വേണ്ടത്. ഇവിടെ ഋഷീശ്വരന്മാർ മരാന്ന് രാമാന്നും അറിയണില്ല, മരാന്നും അറിയാത്ത ഒരാൾക്ക് എന്തായാലും എന്താ ഇത് ജപിച്ചോളൂ, ഞങ്ങൾ വരയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢത നോക്കൂ. നമ്മളൊക്കെ നാമം ജപിച്ചോളൂ കേട്ടോ, എന്നും നാമം ജപിച്ചോളൂ, എല്ലാം നേരെയാവുമെന്ന് പറഞ്ഞാലും ഒരു 10 മിനിറ്റൊക്കെ ജപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കുകയായി. പിന്നെ ഒരു കാക്ക ഉണ്ടായാൽ മതി നമ്മുടെ ജപം അവിടെ നിൽക്കാൻ. ആ കാക്ക പറന്ന് എവിടെയാണ് ഇരിക്കണേ, അതെന്താ കൊത്തി തിന്നണേ, നമ്മുടെ ശ്രദ്ധ പോയി, അത്രയേ ഉള്ളൂ. നമുക്ക് ദൃഢതയില്ല. കാരണം എന്താണെന്നറിയോ, നമുക്കെന്താ ഭക്തി വേണം എന്ന് തോന്നാത്തത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്തി വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരും പരിശ്രമിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും വേണ്ടത്ര ദുഃഖിച്ചിട്ടില്ല. നമുക്ക് വന്ന ദുഃഖമൊക്കെ നമുക്ക് തോന്നുകയാണ് ഇതാണ് വലിയ ദുഃഖമാണെന്ന് തോന്നും. നമുക്ക് വന്ന പല ദുഃഖങ്ങൾ, അയ്യോ അങ്ങനെ പല ദുഃഖങ്ങളുണ്ട്. പുത്രദുഃഖം അനുഭവിച്ചവരുണ്ട്, ഭർത്തൃദുഃഖം അനുഭവിച്ചവരുണ്ട്, അതുപോലെ ദ്രവ്യമായിട്ടുണ്ട്, പല നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അയ്യോ ദുഃഖം അനുഭവിച്ചിട്ടില്ല എന്ന് എൻ്റെ എല്ലാം ആ പ്രളയത്തിൽ ഒലിച്ചു പോയിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ട് ഞാനിപ്പോൾ എനിക്ക് വീടും കൂടി ഇല്ലാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ ദുഃഖം പോലും വേണ്ട പോലെ ദുഃഖിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ദുഃഖിച്ച ആൾക്കാരാണെങ്കിൽ ഈ പ്രളയത്തിൻ്റെ ഇതിന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് തമ്മിത്തന്നെ കൂടില്ല. കാരണം ആ നിസ്സാരത ബോധ്യപ്പെടും. അപ്പം നമ്മൾ വേണ്ടതുപോലെ അനുഭവിച്ചിട്ടുമില്ല, ദുഃഖിച്ചിട്ടുമില്ല. തീവ്രമായൊരു ദുഃഖം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അനുഭവിച്ചവർക്ക് അറിയാം. തീവ്രമായൊരു ദുഃഖം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഒരൊറ്റ വിളി വിളിച്ചാൽ മതി. ആ ഒരു വിളി വിളിച്ചാൽ അത് എത്തേണ്ട ദിക്കിലെത്തും. നമ്മൾ പറഞ്ഞില്ലേ, എത്രയും ദുർവൃത്തനായോ രജാമിളൻ പുത്രനെയോർത്തു തൻ പേരൊന്നുരയ്ക്കവേ സത്തമേനാക്കിയ ജീവനെ കൈക്കൊണ്ടു കാത്ത നാരായണ കാത്തുകൊള്ളേണമേ. ആ ഹൃദയത്തിൽ തട്ടിയിട്ട് എല്ലാ ഭയത്തോടും കൂടിയിട്ട് അവിടെ തൻ്റെ മരണം തന്നെ കൊണ്ടുപോകാനായിട്ട് യമദൂതന്മാർ വന്ന് നിൽക്കണം കണ്ടപ്പോൾ തനിക്ക് ഇത്രയും ഭയം ഉണ്ടെങ്കിൽ തൻ്റെ പുത്രൻ എന്നുള്ള മമത്വം കൊണ്ട് ആ പുത്രനെ ഉദ്ദേശിച്ചിട്ടാണ് ഉറക്കെ നാരായണ എന്ന് വിളിച്ചത്. പക്ഷേ ആ നാരായണ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും ശക്തിയോട് കൂടിയിട്ട് നാരായണ എന്നാണ്. അത് ഒരു തവണയല്ല, ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മഹാഗർത്തത്തിലേക്ക് പല തവണ നാരായണ 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 എന്നിങ്ങനെ അലയടിച്ച് കേൾക്കുകയാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ അത് അലയടിച്ചപ്പോൾ അപ്പോൾ ആ 4 അക്ഷരത്തിലാണ് വിളിച്ചത് നാരായണ. 4 വിഷ്ണു പാർഷദന്മാരിത് അവിടെ വന്നു സംരക്ഷിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ അതുപോലും ഏകാഗ്രമായ മനസ്സോട് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ നമുക്ക് ആ മനസ്സിന് ഏകാഗ്രത കിട്ടണില്ല. അപ്പോഴേക്കും ആ പറയണത് പോലും ശ്രദ്ധിക്കാൻ നമ്മൾ ഇരിക്കുന്നത്. ഭഗവാൻ കൊണ്ടുവന്ന് ഇരുത്തി നാമം ജപിപ്പിച്ച് സത്സംഗത്തിൽ ഇരുത്തിയാലും നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് നമ്മുടെ ഉള്ളിൽ ദുഃഖിച്ചിട്ടുണ്ടാവും? അതാ പറഞ്ഞത്, നമ്മൾ ദുഃഖിച്ചിട്ടില്ല വേണ്ടത്ര ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അന്തം വിട്ട് നമ്മളൊരു വിളി വിളിക്കും. ആ വിളി വിളിക്കുമ്പോൾ ആ നിമിഷം അവിടെ മുല്ലോർലി തേവര അങ്ങോട്ട് പ്രകടമാവും ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ വിളിക്കണം. ഈ പറഞ്ഞ വാക്കുകളെ ഇദ്ദേഹം ഇനി ഞങ്ങൾ വരെ ജപിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നാ വരിക? കുറേ ദിവസം പിടിക്കുമോ എന്ന് അത് ചോദിച്ചില്ല. പിന്നെ അങ്ങോട്ട് ചോദ്യമില്ല. പിന്നെ ആ നിമിഷം മുതൽ ജപിക്കാൻ തുടങ്ങി. ആ നിമിഷം മുതൽ ജപിച്ച് വരയ്ക്ക് ശരീരബോധം പോയി. ശരീരം മുഴുവനും ഉറുമ്പ് തിന്നിട്ട് ചെതൽപ്പുറ്റായി തുടങ്ങി. ആ പ്രാണൻ മാത്രം അവശേഷിക്കണ പോലെയാണ്. ബാക്കിയൊക്കെ ശരീരത്തിൻ്റെ അധിക ഭാഗം എല്ലൊക്കെ പുറത്ത് കണ്ടു തുടങ്ങി. അത്രയും അതുപോലും അറിയാണ്ട് ജപിക്കുക എന്ന ശരീരബോധം ഇല്ലാണ്ടായി.
ഈ ശരീരബോധം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ വേദനയൊക്കെ അറിയണത്. എപ്പോഴും ആ ശരീരബോധം ഉണ്ട്. നമ്മളെ ഒരു മരുന്ന് തന്ന് ഉറക്കി കിടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേദന അറിയുന്നുണ്ടോ? അത് കഴിഞ്ഞ് ആ ബോധം വരുമ്പോഴാണ് അല്ലേ നമുക്ക് ആ വേദന അറിയണം. അപ്പോൾ ശരീരം ഞാൻ ഉണ്ട് എന്നുള്ളൊരു ബോധം വരുമ്പോഴേ വേദന അറിയണുള്ളൂ. അതേസമയം നമ്മളെ ജീവനോട് കൂടിയിട്ട് അങ്ങനെ പച്ചയ്ക്കാണ് അങ്ങനെ കീറണേന്ന് വെച്ചാൽ നമുക്കത് പറ്റുമോ? ആ പ്രാണതന്നെ സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അത് അങ്ങനെ ചെയ്യണു. അപ്പോൾ ആ ഒരു ചെറിയ ഒരു മരുന്നിന് നമ്മുടെ ഈ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റും വെച്ചാൽ ഭഗവാന്റെ നാമത്തിന് നമ്മുടെ ശരീരബോധത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റില്ലേ? നമുക്ക് എന്താ അതിൽ ഉറപ്പില്ലാത്ത? ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്താണ് ആ ഉറപ്പില്ലാത്ത? നാമം ജപിക്കേണ്ട കാര്യം പറഞ്ഞാൽ മാത്രം അത് ഒരു നിസ്സാരമായിട്ട്, അസുഖം വന്നിട്ട് സാധാരണ ഒരു ജലദോഷപ്പനി വന്ന് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും അത് സാരമില്ല, ഒരു 5 ദിവസം പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്ന് പറയും. ഇയാൾ എന്ത് ഡോക്ടർ, ഇയാൾക്കൊരു വിവരമില്ല എന്ന് പറയും. അയാൾ പൈസയാണെങ്കിലും മേടിക്കില്ല. 50 രൂപയെ 50 രൂപയ്ക്ക് തന്നെ ഇരിക്കുമ്പോൾ ഇയാൾ ആരത്തേക്ക് ആരും വരുന്നില്ല. അതുകൊണ്ടാണ് അയാൾ അത്ര കുറച്ച് പൈസയ്ക്ക് ഇരിക്കണേന്നാണ് പറയുക. അതേസമയം അപ്പുറത്തൊരാൾ 500 രൂപയും മേടിച്ചിട്ട് ഈ പാരസെറ്റമോൾ തന്നെ പൊടിച്ചിട്ട് വേറൊരു പാത്രത്തിലാക്കി വേറൊരു പേരും പറഞ്ഞ് അതിൻ്റെ ഇരട്ടി വിലയും പറഞ്ഞ് അത് കുറേ അധികം ഇത് തന്നെ പൊടിച്ചിട്ടാണ് കുറേ ഗുളികകൾ ഉണ്ടാക്കിയേക്കണേ. എന്നിട്ടത് പല പേരുകളും ഇട്ടിട്ട് നമുക്ക് തരും. ഒരു 10-2000 ഗുളിക ആവും. നല്ല ഡോക്ടർ കേട്ടാ, അയാൾ മിടുക്കനാണ്. ആ ഗുളികയൊക്കെ എന്താ ഇത് തന്നെയാണ് അതും. കഴിച്ചാൽ മരുന്ന് കഴിച്ചാൽ ഡോക്ടർമാർ പറയും മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും. മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും. കഴിച്ചില്ല ഒരാഴ്ച കൊണ്ടേ മാറില്ല. എന്താ വേണ്ടത്? എന്നാൽ മരുന്ന് കഴിക്കാൻ ഡോക്ടറെന്ന്. രണ്ടും ഒന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ആ വാക്കുകൾ പോലും ശ്രദ്ധിക്കണില്ല. നമ്മളിപ്പോൾ പറയുമ്പോൾ തമാശ തോന്നും. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ശ്രദ്ധിക്കണില്ല. എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണ്ടോ? ശ്രദ്ധയില്ല നമുക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ നാമം ജപിക്കാൻ പറഞ്ഞാൽ അത് ആർക്കും ആ പാരസെറ്റമോൾ കഴിക്കാൻ പറഞ്ഞ ഡോക്ടറെ പോലെ നാമം ജപം കൊണ്ട് എന്താ കാര്യം? എന്നാൽ ഒരാൾ വന്നിട്ട് പറയാം നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും തീരാൻ ഇന്നത് ചെയ്തോളൂ, ഇന്ന വഴിപാട് ചെയ്ത് ഇന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് ഇങ്ങോട്ട് തന്നാൽ ഇതുകൊണ്ട് മാറും ഉറപ്പെന്ന് പറഞ്ഞാൽ അയാൾ 10,000 രൂപ കൊടുത്താൽ ഇരിക്കട്ടെ 15,000 രൂപ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും കാരണം എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് വേറെ ആളെ ഏൽപ്പിച്ചാൽ മതി. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ജപിക്കണ്ടേ? ശ്രദ്ധയോടുകൂടി ഒന്ന് ജപിക്കണമെങ്കിൽ വെറുതെ ഒന്നുമല്ല. അല്ലേ നാണം ഇല്ലാണ്ട് ആ നാമം ജപിക്കണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ്. ആ നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. അങ്ങനെ ആ നാമം അല്ലേ പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിടും പാടുവാൻ ഈ നാമം നാരായണ. നാമം ജപിക്കാൻ പറ്റില്ല. നമ്മുടെ ആ പാപത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്കതിന് മഹത്വം ഇല്ലാണ്ടാവണേ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? എന്നാൽ ശരിയാക്കി തരാം. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയും. അപ്പോൾ പറയും എന്നാൽ ശരിയാക്കി തരാമെന്ന് പറയും. പിന്നെ ഒരൊറ്റ വിളി, നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഉള്ളിൽ തട്ടിയിട്ട് ഒരൊറ്റ വിളി വിളിപ്പിക്കും ഭഗവാൻ നമ്മളെ കൊണ്ട്. അതോടുകൂടി നമ്മൾ നേരെയാവും. അപ്പോൾ അതുവരെ നമ്മൾ കാത്ത് ഇങ്ങനെ ഇരിക്കുക, വെറുതെ സമയം കളഞ്ഞിട്ട്. എന്തായാലും സാധിക്കട്ടെ. ഓരോന്നും നമ്മൾ പറയുമ്പോൾ അത്രയും വിശദമായിട്ട് അറിയേണ്ട ഓരോ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വരയ്ക്കും നാമം ജപിച്ചിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ പോണു. ഇഥാമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യാപഥാഗമിച്ചിടിനാൻ നത്വമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുകെന്നു ചൊന്നതു കേട്ടു. നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ വാൽമീകമധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകി അമ്മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹുലാത്മനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും വന്നു തുടങ്ങി. ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി ഞാനിങ്ങനെയായി ചമഞ്ഞിടിനൻ
ഇന്നു സീത സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നീതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രണാനിപൂണ ത്രിദശാകുലപതേ. അത് പറയണോക്കൂ. അത്രയും കാലം നാമം ജപിച്ചിട്ട് അതാ അവർ വന്നു. സഹസ്രയുഗം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. യുഗങ്ങളോളം നമ്മൾ പറയും, അനേകം ആയിരക്കണക്കിന് എന്ന് നമ്മൾ പറയും. വെച്ചാൽ അത് എണ്ണമില്ലാത്തതിനെയാണ് ഈ സഹസ്രം. അങ്ങനെ പറയില്ലേ, നമ്മൾ പറയില്ല ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അത് ഒരു എണ്ണം പറയാൻ പറ്റാത്തതാണ് ആയിരക്കണക്കിന്. ചിലപ്പോൾ 1000 ഉണ്ടാവില്ല, എന്നാലും നമ്മൾ പറയും ആയിരക്കണക്കിന് ആൾക്കാരെന്ന്. അതുപോലെയാണ് ഇവിടെ പറയണത്. ഓരോന്നും ഇങ്ങനെ പറയണത് അങ്ങനെയാണ്, അതിൻ്റെ എണ്ണമില്ലാണ്ട്, അതായത് എണ്ണീട്ടൊന്നുമില്ല. ജപിച്ചു, ഇവരവിടെ ഇരുന്ന് ജപിക്കാൻ പറഞ്ഞപ്പോൾ ജപിച്ചു. പിന്നെ അവർ വന്ന് എണീക്കുമെന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം അറിഞ്ഞിട്ടുള്ളൂ. അതുവരെ ഇരുന്ന് ജപിക്കുക തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ജപിച്ചു കഴിഞ്ഞിട്ട് വാൽമീകത്തിൽ നിന്ന് ജനിക്കണത് കൊണ്ട് അതുകൊണ്ട് എന്നെ വാൽമീകി എന്ന് പേരിട്ടു. എന്നിട്ട് പറഞ്ഞു വേദജ്ഞനാവട്ടെ ബ്രഹ്മജ്ഞാനി ആവട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് അപ്പോൾ ഉള്ളിൽ ആത്മജ്ഞാനം തെളിഞ്ഞു വന്നു. അദ്ദേഹം എന്താ ചെയ്തേ? ഗ്രന്ഥങ്ങളോ പുരാണങ്ങളോ വേദങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ. ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം, മഹാത്മാക്കളുടെ അനുഗ്രഹം നാമം ചെയ്ത് കഴിയുമ്പോൾ അതിൽ സന്തുഷ്ടരായിട്ട് മഹാത്മാക്കളായവർ പറയും നമ്മളോട് നന്നായി വരും കേട്ടോ, നമ്മൾ നാമം ജപിക്കണ കണ്ടിട്ട് സന്തുഷ്ടരായി നന്നായി ജപിച്ചു കേട്ടോ, നിങ്ങൾ നന്നായി വരും. അതാണ് നമ്മളീ പറയണേ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ. ഇപ്പം നമ്മൾ പറയില്ലേ എവിടെ പോയി നാമം ജപിക്കാമെന്ന്, അവിടെയൊക്കെ കുറൂരമ്മയും പൂന്താനമുത്തച്ഛനും അവരൊന്നും ഈ ലോകമൊന്നും വിട്ടു പോയിട്ടൊന്നുമില്ല. ഭഗവാന്റെ കൂടെ അവർ മുക്താമണികളായിട്ട് ആനന്ദസാഗരത്തിൽ ഇങ്ങനെ കിടക്കണുണ്ട്. വില്യമംഗലം സ്വാമിയാരും ഭക്തോത്തമന്മാരായവരൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ ചെന്നിരുന്ന് ഇങ്ങനെ നാമം ജപിക്കുമ്പോൾ അവരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാമജപത്തിൽ ഏതെങ്കിലും നിമിഷത്തിൽ അവർക്കൊക്കെ ഒരു സന്തോഷം തോന്നിയാൽ അവർക്ക് ചെറിയ കാര്യം മതി സന്തോഷിക്കാൻ, നമ്മളെ പോലെ വലുതായിട്ടൊന്നുമല്ല. അതേ ഗുരുനാഥൻ സന്തോഷിക്കണമെങ്കിൽ ആ ശിഷ്യൻ്റെ പരിപൂർണമായ കഴിവുണ്ടാവണം. ഗുരുനാഥന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ അത്രയും തെളിഞ്ഞു വരണം ശിഷ്യൻ, അപ്പോൾ ഗുരുനാഥൻ സന്തോഷിക്കും. അതേസമയം ഭക്തന്മാർ സന്തോഷിക്കണമെങ്കിൽ ഭഗവാനെ പോലെ ഭക്തന്മാർക്ക് അവർക്ക് ചെറിയ കാര്യം മതി. ഒന്ന് നാരായണ എന്നൊരു 1000 നാമം നമ്മൾ ജപിച്ചിട്ടുണ്ടാവും. ഒരു നാമം നാരായണ എന്ന് മനസ്സിൽ തട്ടി നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാമം മതി അവർക്കൊക്കെ സന്തോഷിക്കാൻ. അതുപോലെ നമ്മളിരുന്ന് ജപിക്കുമ്പോൾ ആരുടെങ്കിലും രൂപത്തിൽ വന്നിട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അങ്ങനെ കേട്ടില്ലേ, ഓരോരുത്തരുടെ രൂപത്തിൽ വന്നു എന്ന്. ആരുടെങ്കിലും രൂപത്തിൽ വന്നിട്ട് നന്നായി വരും കേട്ടോ എന്ന് പറഞ്ഞാൽ അതാണ് അനുഗ്രഹം. അതാണ് പറയണേ, അതിന് പാത്രീഭൂതരാകാനാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് നമുക്ക് അങ്ങനെ പലരുടെ അനുഗ്രഹം. ഇവിടെ ഋഷീശ്വരന്മാരെ അനുഗ്രഹിച്ചപ്പോഴാണ് അറിവുണ്ടായത്, ബ്രഹ്മജ്ഞനായിട്ട് തീർന്നു. അതിനുവേണ്ടി വേറെ ഒരു പഠിപ്പും അദ്ദേഹം പഠിച്ചില്ല. ഉള്ളിൽ ഈശ്വരൻ തെളിഞ്ഞപ്പോൾ ഈശ്വരൻ തന്നെയാണ് അറിവ്. അപ്പോൾ ആ വിദ്യ കൊണ്ട് അറിയേണ്ടതിനെ അറിഞ്ഞപ്പോൾ വിദ്യ ഉള്ളിൽ പ്രകാശിച്ചു. അത് കഴിഞ്ഞിട്ട് പറയണു, അന്ന് ഞാൻ നാമം ജപിച്ചു, ഞാനിപ്പോൾ ബ്രഹ്മർഷിയായതോ അല്ലെങ്കിൽ അറിവുള്ളവനായതൊന്നുമല്ല എനിക്കതിൻ്റെ നാമജപത്തിൻ്റെ മഹത്വം കൊണ്ട് ഞാൻ നേടിയത്. അന്ന് ഞാൻ നാമം ജപിച്ചതിൻ്റെ മഹത്വം കൊണ്ടാണ് ഇന്ന് ഭഗവാനെ അങ്ങയെ നേരിൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പോൾ നാമജപത്തിൻ്റെ മഹത്വം ഈശ്വര ദർശനം തന്നെയാണ്. അപ്പം അന്നത്തെ രാമനാമമാണ് എന്നെ 2 അക്ഷരത്തിലാണ് ജപിച്ചല്ലേ, രാമ 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 എന്ന്. ഇവിടെയും 2ആയിട്ട് ആരൊക്കെയാണ് വന്ന് സീതയും രാമനുമായിട്ട് അവർ പരിപൂർണ്ണമാണ് അല്ലേ. സംരക്ഷണമായിട്ട് ലക്ഷ്മണനും ഉണ്ട്. അപ്പോൾ സീതാരാമന്മാർ ഏകമായ ഭാവത്തിലും പിന്നെ ഇവിടെയും 2ആയിട്ട് തന്നെയാണ് പ്രകടമായിട്ട് കണ്ടു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. സീതയാ അത് മുഴുവനും വായിച്ചില്ലേ? അടുത്ത ഭാഗം ചിത്രകൂട പ്രവേശമാണ്. സീതയാ സാർദ്ധം വസിപ്പതീനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി ചിത്രകൂടാജല ഗംഗയോരന്തര ചിത്രമായോരുടെ ജം തീർത്തുമാ മുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷീവിമോഹനമായി രണ്ടു ചാലയും നിർമ്മിച്ച വീട് ഇരിക്കുന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനന്റാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യങ്കിമായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരാമാനന്ദം ഉൾക്കൊണ്ടുമേവിനാർ. ഇവിടെ വാൽമീകി മഹർഷിയോട് പറയണു, എനിക്ക് എവിടെയെങ്കിലും വസിക്കാനൊരു സ്ഥലം തരണം എന്ന് പറഞ്ഞു. അപ്പം അതാ നമ്മളെ ബോധിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ഇത്രയൊക്കെ പറയണു. ഇതൊക്കെ പല വിധത്തിലുള്ള ആ മനസ്സ്, പല വിധത്തിൽ ഉള്ള ആൾക്കാരുടെ ഉള്ളിൽ ഭഗവാൻ വസിക്കണു എന്ന് പറഞ്ഞിട്ട് അവസാനം പറയണു, നാമം ജപിച്ചാൽ ആ നാമം ജപിക്കുന്നവരുടെ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് അവനവൻ്റെ കഥ പറയണു. ആദ്യമേ തന്നെ ഈ ചിത്രകൂടത്തിൽ ചെന്നിട്ട് ഈ സ്ഥലം കാണിച്ചിട്ട് ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. ഇതിനു മുമ്പ് ഈ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ രാമനാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ അദ്ദേഹം ആ രാമനാമം കൊണ്ട് സർവ ഭൂതജാലങ്ങളെയും ആ രാമനാമത്താൽ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മഹത്വം വിളിച്ച് പറയണു. ആ മഹത്വം വിളിച്ച് പറയുമ്പോൾ അവനവനെ നന്നാക്കിയിട്ടല്ല പറഞ്ഞത്, എല്ലാം സത്യസന്ധമായിട്ട് പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാനിപ്പോൾ ബ്രഹ്മർഷിയാണെന്നുള്ള ഭാവത്തിൽ അല്ല, എൻ്റെ ആ പൂർവ്വകൃതമായിട്ടുള്ള ആ കഴിഞ്ഞു പോയത് മറക്കാണ്ട് അത് എപ്പോഴും ഓർത്തുകൊണ്ട്, കാരണം അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കാരണം ഇപ്പോൾ ആ ഭഗവാന് കാരുണ്യം തോന്നി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു യോഗം വന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അതുപോലെ അല്ലാണ്ട് ആ ബ്രാഹ്മണൻ്റെ ജീവനായിട്ട് അങ്ങനെ തന്നെ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ ഒരു വഴിപാട് പോലെ ഇതൊക്കെ അങ്ങനെ ഒരു ഇതുപോലെ അങ്ങോട്ട് ചെയ്തു പോയി, ഭക്തിയൊന്നും ഇല്ലാണ്ട് വെച്ചാൽ അങ്ങനെ ഇനിയും ജന്മജന്മാന്തരങ്ങൾ ഉണ്ടായേനെ. പക്ഷേ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അപ്പോൾ ആ തിന്മ പോലും ഈശ്വരകാരുണ്യമായിട്ട് അദ്ദേഹം ഉൾക്കൊണ്ടിട്ട് അതിനെ ഉറക്കെ വിളിച്ച് പറയണു, ഇത്രയ്ക്കും നീചനായിട്ടും എനിക്ക് രാമനാമം കൊണ്ട് മുക്തി ലഭിച്ചു കേട്ടോ. അപ്പം നിങ്ങളെപ്പോലുള്ളവർ നാമം ജപിച്ചാൽ ആ ഭഗവാൻ പ്രസാദിക്കാണ്ടിരിക്കില്ല, നാമം ജപിക്കൂ എന്നുള്ള ആ മഹത്വം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം അവിടെ കൊടുത്തു. അവിടെ ആ ചിത്രകൂട പ്രവേശം ഉണ്ടായി. അവിടെ ലക്ഷ്മണനോട് കൂടിയിട്ട് സീതാസമേതനായിട്ട് ലക്ഷ്മണനോട് കൂടിയിട്ട് സന്തോഷമായിട്ട് കഴിയണം. ദേവാമുനീവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ഇനിയുള്ള ഒരു ഭാഗം വായിച്ചാൽ, കുറച്ച് ഭാഗം വായിച്ചിട്ട് നിർത്താം. 11:15 ആയിട്ടുള്ളൂ. 11:15 ആയിട്ടുള്ളൂ. 12:30 നീ അന്ന് പറഞ്ഞിട്ടുണ്ട്. ജാനകീ ജീവനസ്മരണം മന്ത്രീവരനം സുമന്ത്രരൂമേറിയോരന്തശുജാജെന്ന യോഗ്യബുക്കീടിനാൾ വസ്ത്രേണ വക്തവും ആചദ്യ അത്യത്ത ഇറ്റിറ്റ് വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. നിർത്തണം എന്നൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞു?
ധാത്രീപദേ ജയ വീരമൗലേ ജയ ശസ്ത്രമദേ ജയ ശൗര്യംബുദേ ജയ കീർത്തിമദേ ജയ സ്വാമിൻ ജയ ജയ മാതാണ്ഡ ഗാത്രായോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിയിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ ദീപാഭിയാമെന്നോട് ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയത് എന്നുടെ ലക്ഷ്മണാനെന്തു പറഞ്ഞു വിശേഷിച്ചും ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാരാമാഹ ഗുണവാരിതേ ലക്ഷ്മണ വാരിജാലോചന ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയ എന്നരീകത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഗതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോടരുൾ ചെയ്തു സുമന്ത്രരും. ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയി എൻ്റെ തവാജ്ഞയാ ശൃംഗേരി പുരാസവീതേ ചെന്നു ഗംഗാതടേ വസിച്ചിടുന്ന ശാന്തരെ കണ്ടു തൊഴുതിതു സിംഹവേരാധിപന്ന കൊണ്ടുവന്നു കുവൻ മൂലഫലാദികൾ തൃക്കൈകൾക്ക് തൊട്ടു പരിഗ്രഹിച്ച് അക്കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായ ആരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. അയോധ്യയിലേറിയിടും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും വരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു. ഖേദമെന്നെക്കുറിച്ചുണ്ടാകരുതേതും പിന്നെയും ചൊൽക. പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖാമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതിതെന്നോട് ചൊല്ലിനാനന പത്മവും താഴ്ത്തി മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശശ്രുവാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണീകരറ്റി ഗുഹനോടുകൂടവേ പ്രണാവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൽ ദത്തമല്ലോ പണ്ടേ വരദ്വയം ഇഷ്ടമായൊരു കൈകേയിക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനാ കാനനാന്തേ കളവതീനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിവേദനം ദൈവദീനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ എന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൾ. പുണ്ണിയിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതാം ഖേദിപ്പിക്കായ്ക്ക നീ പ്രയാണമടുത്താതപോ നിരൻ പ്രാണവിയോഗേന ശപിച്ചതു കാരണം ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമേ. ഉൾക്കാമ്പുരുക്കിച്ചമയ്ക്കായിക വല്ലഭേ കേൾക്ക നീ ശാപപ്രകാരം മനോഹരേ. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചുമായ മൃഗയാവിവേശനായി വാഹിനീതീരേ വനാന്തരേ മാനസാമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൈക്കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോട് മുക്കും വിധവും കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു തുമ്പിക്കൈയിൽ അംഭോഗതാമിതി ചിന്തിച്ചുടനാദിവേദിനം സായകം ശ്രദ്ധായ ജാപേതിടാമയച്ചിടിനൻ. ഹഹാഹദോസ്മ്യഹം ഹഹേതി കേട്ടു ഇതു മാനുഷവാക്യവും. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല. കേനവാഹന്തോഹം വിധേവിധ പാർത്തിരിക്കുന്ന മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ
ഇത്തം മത്യനാദം കേട്ടു ഞാനതീശസ്തനാത്ര ശസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനി സുതനോടു ഞാൻ സ്വാമിൻ ദശരഥനന്ദനായ ദശരഥനായ രാജാവു ഞാൻ മാമാപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവേശനായ തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേ നദീപാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ. അതേതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പുണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു. ദേഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിയുക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരൂതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധാരണം ചെയ്തു പിന്നെ സജലം കലേശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്ന അവിടേക്ക് അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ. വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്ക് പോയൊരു പുത്രനോമിന്നു മറന്നു കളഞ്ഞിതോ. മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ. ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസധ്വനി കേൾക്കായി കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദനാവേഗേന തണ്ണീർ തരീക നീ സാദരം ഇഥമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം പുത്രനല്ലല്ലോ അയോധ്യാധിപനായ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയ വിവേശനായ സാധൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നെന്ന തീരെ മൃഗാശയാം. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരം നിജതുമ്പിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനാൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലവൂ അവനും എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നാതിദൂ തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സു വേറെ പൊക്കും പർണശാലാന്തേ വിശന്നു ദാഹത്തൊടും എന്നെയും പാത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കെന്നു എന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെങ്ങിയെ എന്നിയെ മറ്റെല്ല പാപിയായോരടിയൻ അവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസാ പുങ്കവന്മാർ നിങ്ങൾ. ഇഥമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാൻ അത് കേട്ടവർ തമ്മേ എടുത്തതീ ദീനതയോടു മകനുടൽ കാട്ടിനൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടീതനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാൽ. നീയിനീ നല്ല ചിതചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിതാ കൂട്ടിനേൻ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധാദേഹന്മാരുമായി ചെന്നു മൂവരും വൃദ്ധാരി രോഗം ഗമിച്ചു വാണിയിടിനാൻ. വൃദ്ധാതബോധനാൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശപകാലം നമുക്കാകയാമായിതു താപസാവാക്യം അതു സത്യമായും വരാ. താപസാവാക്യം അസത്യമായും വരാ. മാനവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ
ഹാ പുത്രാ ഹാ സീതേ ജനകജേ ഹാ ലക്ഷ്മണ ഹാ ഗുണംബുദേ നിങ്ങളെന്നോടു പിരിഞ്ഞൻ മരണം പുനാരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ ബക്കൂസുരാലയം ദുഃഖിച്ചു രാജനാരീജനാവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൾ പക്ഷസീത അടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോടും ഉഴറിസ അന്തഃപുരാമകം ബുക്കരുളി ചെയ്തു തൈലത് ദ്രോണി തന്നിലാക്കൂധരാപാലകൻ തന്നോട്ടൽ കേടുവന്നീടായിവാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതീരയേറിച്ചെന്നു കേകയാ രാജ്യമകമ്പുക്കു ചൊല്ലുക മാതുലനായ യുധായുത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം ശത്രുഘ്നെയും ഭരതനെയും എന്നതീ വിദ്രുതം ചൊൽകയെന്നയച്ചീടിനാൻ സത്വരം കേകയാ രാജ്യമര അകമ്പുക്കു നത്വായുധാജിത്തിനോട് ചൊല്ലിനാർ ജാനകീ ജീവനസ്മരണം. ഈ ഭാഗം വരെ പാരായണം ചെയ്ത് സമർപ്പിക്കാം. അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം, കാരണം ഇനി അങ്ങോട്ട് പാരായണം ചെയ്താൽ കുറച്ച് നിർത്താൻ, അതായത് ശരിക്കും പറയുക ആ ദുഃഖമുള്ള ഭാഗമല്ലേ, അങ്ങനെ നിർത്തണ്ട വെച്ചിട്ടാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഭാഗവും നല്ലത് തന്നെയാണ്. നമ്മൾ പറയാം മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഒരു വലിയ കാര്യമാണല്ലോ. മരണമൊന്നും ഇല്ലല്ലോ, ജനനം ഇല്ല എന്ന് പറയണു. ഇതൊക്കെ ഭഗവാന്റെ അടുത്തൊക്കെയാണ് എത്തണതെങ്കിലും അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഇത് അവിടെ നിർത്തി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ തിരിച്ച് ചെല്ലുകയാണ്. ഇവിടുത്തെ കഥ പറഞ്ഞ് ഇവിടെ നിർത്തി ചിത്രകൂടാചാര്യത്തിൽ താമസിക്കുന്ന കാര്യം പറഞ്ഞിട്ട് നിർത്തിയിട്ട് പറയണു മന്ത്രി സുമന്ത്രരെ തിരിച്ചു ചെന്നപ്പോൾ ആ രാമലക്ഷ്മണന്മാരെയും സീതയും പറ്റിയിട്ടൊക്കെ ചോദിക്കുകയാണ്. ശ്രീരാമചന്ദ്രപ്രഭു ചോദിച്ചു എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ കേട്ടപ്പോൾ വീണ്ടും ആ ദുഃഖം കൊണ്ട് ആ കരയാണ്. വല്ലാണ്ട് കരഞ്ഞിട്ട് പറയുമ്പോൾ അത് കേട്ടപ്പോൾ കൗസല്യക്ക് വീണ്ടും സങ്കടമായി. ഈ വരങ്ങൾ പണ്ടേ കൊടുത്തതാണല്ലോ, അത് അപ്പം തന്നെ കൊടുത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ആ വരങ്ങൾ ഇപ്പോഴാണ് കൊടുത്തു വെച്ചാലും എന്തായാലും ഭരതനെ രാജ്യം വാഴിച്ചോട്ടെ, അതിനെന്തിനാ രാമനെ പറഞ്ഞു വെച്ചത്? എൻ്റെ മകനെ എനിക്ക് കാണാൻ പറ്റാണ്ടായില്ലേ, ഇതൊക്കെ കൈകേയി മൂലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയണു. അപ്പോൾ ദശരഥ മഹാരാജാവ് പറയണം ആരുമല്ല, എനിക്ക് കിട്ടിയ ശാപത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നതാ പറയണു. എന്നിട്ട് ആ ശാപത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള കഥ ഇവിടെ പറയുന്നുണ്ട്. അതായത് വയസ്സായ ആ ഋഷീശ്വരന്മാർ, ആ കഥ എല്ലാവർക്കും അറിയേണ്ടതാണ്. ഋഷീശ്വരന്മാരായ 2 പേര്, അവരുടെ ആ മകൻ രാത്രിയിൽ അച്ഛനമ്മമാർക്ക് കുടിക്കാൻ വെള്ളം എടുക്കാൻ ചെന്ന സമയത്ത് ആന വെള്ളം എടുക്കുകയാണ് എന്ന് കരുതിയിട്ട് ഒരു അമ്പ് ചെയ്തിട്ട് അമ്പ് എഴുതുക ചെയ്തത്. അതിന് തന്നെ ഒരു പേരുണ്ട്. ശബ്ദം കേട്ടിട്ട് ആ നാദഭേദിയായിട്ടുള്ള അസ്ത്രം എവിടെയാണോ ശബ്ദം കേൾക്കണേ അതിനെ ശ്രദ്ധിച്ചിട്ട് അമ്പ് ചെയ്യുക. അപ്പോൾ ശരിക്ക് കൊള്ളും. അപ്പോൾ ഇത് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പ്രയോഗിക്കാനാണ്. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് ആനയാണെന്ന് വിചാരിച്ചിട്ട് അമ്പ ചെയ്തു. അപ്പോൾ ഈ കുമാരന് കൊണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ കസാരകൾ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയണ്ട കേട്ടോ. അതങ്ങോട്ട് കൊടുത്തോളൂ. കസാരകൾ അവിടെ ഊണ് വയ്ക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടാവും. നമ്മളിത് പറഞ്ഞ് ഇപ്പോൾ അവിടെ സമർപ്പിക്കും. ഹരേ ഗുരുവായൂരപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ദശരഥൻ എന്താ ചെയ്തത്? നമ്മൾ നായാട്ട് എന്താന്ന് നേരത്തെ പറഞ്ഞു അല്ലേ, നായാട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. ഇവിടെ ഈ ശബ്ദം കേട്ടിട്ട് അമ്പയക്കണം ഒരു വിദ്യ പഠിച്ചപ്പോൾ അതൊന്ന് പ്രയോഗിക്കണം എന്ന് കരുതിയിട്ടാണ് വന്നത്. ശരിക്കും അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കാണ്ട് ഇപ്പോൾ വരുന്ന ആ മൃഗങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അത് ചെയ്യേണ്ടത്. ചില മൃഗങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ വന്ന് അവർ വല്ലാണ്ട് നാട്ടിലിറങ്ങിയിട്ട് ജനങ്ങളെയൊക്കെ ദ്രോഹിക്കും. അങ്ങനെ അവരെ നേരിട്ട് ചെന്നിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, അവർ വധിക്കാൻ പറ്റില്ല, അത് ആക്രമിക്കും.
അങ്ങനെയുള്ള ആ ജന്തുക്കളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശബ്ദം, എന്തെങ്കിലും അവരുടെ ശബ്ദം കേട്ടാൽ അത് നോക്കിയിട്ടുള്ള അതൊക്കെ ആ അസ്ത്രപ്രയോഗമൊക്കെ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തുണ്ടായതെന്ന് വിചാരിച്ചാൽ ഇവിടെ ഇദ്ദേഹം അത് ഒരു ആനയിൽ പ്രയോഗിച്ചു. അപ്പോൾ ചെയ്ത പ്രവൃത്തി തന്നെ ദോഷമായി. നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു ആന വെള്ളം കുടിക്കാതെ ആനയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ആ അസ്ത്രത്തിനെ പരീക്ഷിച്ച് നോക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് ഒരു മുനികുമാരൻ്റെ മേത്താണ് കൊണ്ടത്. എന്നിട്ടതാ ആ ശാപം കിട്ടിയ കഥ ഇവിടെ പറയണു. കഥകളൊക്കെ കഴിഞ്ഞ തവണയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ചുരുക്കി പറയണത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ പ്രവർത്തികളാണ്. രാജാവ് ചെയ്യണ ഒരു കർമ്മം തന്നെയാണ് നായാട്ട് എന്നുണ്ടെങ്കിലും അത് അതിൻ്റെ വേണ്ടതുപോലെ അല്ലാത്ത രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു മൃഗയാ വിനോദം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയായിട്ട് വിനോദമായിട്ട് ചെയ്താൽ അത് അപകടം ഉണ്ടാക്കി തീർക്കണു. അങ്ങനെ ആ ഋഷീശ്വരന്മാർ പുത്രദുഃഖം കൊണ്ട് മരിക്കട്ടെ എന്ന് അവിടുന്ന് ശപിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രീരാമസ്വാമിയെയും സീതയെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് അദ്ദേഹത്തിന് സൽഗതി കിട്ടി. അദ്ദേഹം ഈശ്വരനെ ചിന്തിച്ച് മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്വർഗപ്രാപ്തി ഉണ്ടായി എന്നുള്ള ഭാഗം. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിഷമിക്കുന്ന സമയത്ത് ഇനി ഭരത ശത്രുഘ്നന്മാരെ കൂട്ടിക്കൊണ്ടുവരും. രാമലക്ഷ്മണന്മാരിവിടെ ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭരത ശത്രുഘ്നന്മാരെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അവർക്ക് ദൂത് പറഞ്ഞയച്ച ഭാഗങ്ങൾ വരെയാണ് വായിച്ച് സമർപ്പിച്ചത്. ബാക്കിയുള്ള ഭാഗങ്ങൾ വേണ്ടതുപോലെ അനുസ്മരിക്കാനായിട്ട് അടുത്ത ദിവസം അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ രാവിലെ 8:30 മുതൽ എല്ലാ ദിവസവും 8:30 മുതൽ 9:30 10 മണി വരെ 8:30 മുതൽ ഇവിടെ രാമായണ പാരായണം ഉണ്ട്. ഒരു ദിവസമായിട്ട് എങ്ങനെയാണ് വരിക എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. പറ്റുന്നത് കാരണം ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇവിടെ മൈക്കിക്കൂടെ പറയണ കാര്യം അവിടെ ഊണ് കഴിക്കണവർ ആരെങ്കിലും കേട്ടിട്ട് ഒരാൾക്കെങ്കിലും ഈ സന്നിധിയിലൊന്ന് വന്നിരിക്കാൻ തോന്നിയാൽ അത് ഭാഗ്യമായില്ലേ. അതുകൊണ്ടാണ് പറയണേ, ഒരു ദിവസം വരാൻ പറ്റിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസമെങ്കിലും വന്ന് ആ രാമായണ പാരായണത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് ഈശ്വരകഥകൾ കേൾക്കാലോ, അതൊരു ഭാഗ്യമല്ലേ. അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ഹരേ രാമ നാമജപമുണ്ട്. നാമജപം ആർക്ക് വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. ഏതൊരാൾക്ക് എപ്പോഴും ജപിക്കാം. ഇവിടെ കുറച്ച് പേര് വന്നിരുന്ന് ജപിക്കുന്നുണ്ട്, അവർക്ക് മാത്രം ജപിക്കാനുള്ളതല്ല. പലരും ഇവിടെ വന്ന് തൊഴുതു പോകുമ്പോൾ ഇരിക്കൂ എന്ന് പറയുമ്പോൾ അവരവിടെ മാറി തൂണിൻ്റെ ഇടയിലൊക്കെ മറഞ്ഞു നിൽക്കും, നമ്മൾ കാണാണ്ട്. അത്രയും പോലും ഇവിടെ ഇരിക്കാണ്ട് പോകുന്നുണ്ട്. അത് അത്ര വലിയൊരു തെറ്റൊന്നുമല്ല. അത് അറിയാണ്ടാണെന്ന് എനിക്കറിയാം. അത് ചെല്ലാണ്ട് വേണ്ട. ഒരു ദിവസമൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യണേ, ഒരു ഇത്തിരി നേരം ഇരുന്നിട്ട് എങ്ങനെയാണ് പോവുക എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. ഒരു നാമെങ്കിൽ ഒരു നാമം. എല്ലാവരുടെയും അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യേണ്ടത്. ആരെയും പഴി പറയണതല്ല, കുറ്റം പറയണതല്ല. എല്ലാവർക്കും എന്താണെന്ന് പറയുക, പ്രസാദൂട്ട് ഭഗവാന്റെ പ്രസാദൂട്ടല്ലേ. മാസത്തിലൊരിക്കെങ്കിലും ആ പ്രസാദൂട്ടെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് ഓടി വരുന്നവരാണ്. പക്ഷേ അത് മാത്രമല്ല, ആ പ്രസാദം ഭഗവാൻ തരുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഒരു നാമം ജപിക്കാൻ നമ്മൾ ഈ തിരുസന്നിധിയിൽ 5 മിനിറ്റ് വന്നിരുന്നാൽ അത് ഭഗവാന് ചെയ്യുന്ന അതാണ്. നമ്മൾ എന്ത് സാധനം എന്തുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, അത് ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചോദിക്കുക അല്ലേ. ഒരു കാര്യം ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം, എന്നിട്ട് എന്താ ഗുണം എന്ന് ചോദിക്കും. അപ്പോൾ അതുപോലെ ഭഗവാനും കൊതിക്കുന്നുണ്ടാവും. നിങ്ങൾ അന്നപ്രസാദത്തിന് വന്നിട്ട് ഒരു നേരമെങ്കിലും ഒരു 5 മിനിറ്റ് ഇവിടെ വന്നിരുന്ന് 2 നാമം ജപിച്ചിട്ട് പോയാൽ അതൊരുപാട് സന്തോഷമാവും മുല്ലോർലി തേവർക്ക്. ആ ഭഗവാൻ സന്തോഷിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, അവിടെ ഊണ് കഴിക്കാനിരിക്കണവരും കൂടി കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും ആ സന്നിധിയിലിരുന്ന്, അതിനാണ് ക്ഷേത്രം. ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് വച്ച് അത് വേണ്ട വിധത്തിലുള്ള താന്ത്രികമായ പൂജകളൊക്കെ ചെയ്ത് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിനെ ശക്തിപ്രഭാവത്തോടു കൂടിയിട്ട് അവിടെ ഇരിക്കുന്നു. ആ ശക്തി പ്രവാഹത്തോടു കൂടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചൈതന്യം അത്രയും ഇവിടെ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് അനുഭവമാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിലേക്ക് അതിനെ നമ്മൾ സ്വീകരിക്കണില്ല.
നിറഞ്ഞിരിക്കണേ ഉള്ളൂ. ആ നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് അനുഭവമായിട്ട് വരണമെങ്കിൽ നമ്മൾ നാമം ജപിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ മനോമാലിന്യങ്ങളൊക്കെ തീർക്കണം. പതുക്കെ പറയൂ. ആ മനോമാലിന്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അത് വേണ്ടതുപോലെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ ഈ നാമജപം സത്സംഗം തിരുവോണൂട്ടിൻ്റെ കൂടെയുള്ള സത്സംഗമൊക്കെ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ആ 3 വർഷവും കുറച്ച് പേര് മാത്രമേ ഇവിടെ നാമം ജപിക്കാനുള്ളൂ. അങ്ങനെയല്ല, ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എല്ലാവരും ഈ തിരുനടയിലിരുന്നിട്ട് മുഴുവൻ നേരമില്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു 10 നാമമെങ്കിലും ജപിച്ച് പോവുക. കുറച്ച് നേരമെങ്കിലും വന്നിരുന്ന് അതാണ് നിങ്ങൾ ഭഗവാന്. അല്ലാണ്ട് കുറേ വഴിപാടുകൾ കൊടുക്കുക, അതൊക്കെ ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി വേണം. കാരണം അതൊക്കെ ചെയ്താലേ അവിടെ നടത്തുന്ന പൂജകളൊക്കെ വേണ്ടതുപോലെ ആവുള്ളൂ. പക്ഷെ ആ ചെയ്ത പൂജകളുടെ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് തന്നെ നാമം ജപിക്കണം. ഇവിടെ ഈ ക്ഷേത്രം വേണ്ടതുപോലെ എല്ലാ പരിശുദ്ധിയോടും കൂടിയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും മേൽശാന്തിയും തന്ത്രിയൊക്കെ കൂടിയിട്ട് അത്രയും ചൈതന്യവത്താക്കിയിട്ട് തീർത്തുണ്ട്. ആ ചൈതന്യം നമുക്ക് അനുഭവമാവാത്തത് നമ്മൾ പ്രയത്നിക്കാത്തത് കൊണ്ടാണ്. അപ്പം നാമജപം എന്ന് വെച്ചാൽ അത്രയും മഹത്തായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പങ്കെടുക്കണം എന്നാണ് പറയണത്. ഈ അടുത്ത ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചകളിലും നാമജപം. തിരുവോണൂട്ടിന് പ്രത്യേകിച്ച് നാമജപം ഉണ്ട് 9:30 മുതൽ 12:30 വരെ. ആ 12:30-ക്ക് വരണ ആൾക്കാർ ഒരു 10 മിനിറ്റ് നേരത്തെ വന്നാൽ മതി. ഇവിടെ വന്ന് കുറച്ച് പേര് ഇവിടെ ഇരുന്ന് ജപിക്കുക, ബാക്കിയുള്ളവർ ഊണ് കഴിക്കുക. ഊണ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് ജപിക്കുക. അങ്ങനെ കുറച്ച് സമയമെങ്കിലും. ഇത് ഇവിടെ ആളെ കൂട്ടാനോ നമുക്കാർക്കും ഒന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമാവട്ടെ. എല്ലാവരുടെയും എല്ലാ കുടുംബത്തിലും ആ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും പറയണത്. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ ആ തേവര് ഉചിതമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് അത് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. എല്ലാവരും ഒരുമിച്ച് 4 നാമം ജപിച്ച് ഇവിടെ സമർപ്പിച്ച് നമുക്ക് പ്രദക്ഷിണം വെച്ച് അന്നശാലയിലേക്ക് പോവാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീ ജീവനസ്മരണം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീ മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മീസ്വരൂപിണി.
തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തിം ചമാലാം രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പ ശരണം ആരോടുമുള്ളിൽ പകയേശിടാതെ എല്ലാവരും ഉറക്കെ ജപിക്കൂ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം ജയ് ജയ് ശ്രീ രാധേശ്യാം. ജയ് ജയ് ശ്രീ രാധേശ്യാം.